നമസ്കാരം. ഡാലിയൻ നിക്കോൾസൺ ഡസ്റ്റിൻ പോയ ആ വഴിയിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജൂലി ഡാലിയോട് പറഞ്ഞു, ഡാലിയ, ഇനി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടൊരു കാര്യവുമില്ല. എന്നാലും ഡാലിയ, ഡസ്റ്റിന് ശരിക്കും അസൂയാണ്. ജൂലി, നീ എന്താ പറയുന്നത്? ഡാലിയ, ഞാൻ ഡസ്റ്റിന് അകത്തേക്ക് വന്നപ്പോ ഡസ്റ്റിനെ കണ്ടതാണ്. ഡസ്റ്റിന് അകത്തേക്ക് വരുമ്പോ ഡാലിയും ഗവീരും കൂടി ആ ഡാൻസ് ഫ്ലോറിൽ നിൽക്കുന്നത് ഡസ്റ്റിന് ശ്രദ്ധയപ്പെട്ടു. ആ നിമിഷത്തിൽ ഡസ്റ്റിന് അസൂയ ഉണ്ടായതാണ്. ഡാലിയൻ നിക്കോൾസണും ഗവിയൻ കില്ലിയനും കൂടി ഡാൻസ് ഫ്ലോറിൽ നിൽക്കുന്നത് കണ്ട അസൂയയിൽ നിന്നാണ് ഡസ്റ്റിൻ ഗവിയനെ തള്ളിയെന്ന് ജൂലി പറഞ്ഞു പഠിപ്പിക്കുകയാണ്. അങ്ങനെ ജൂലി ഡാലിയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നടാഷയും ഡസ്റ്റിനും കൂടി ഹാർമൺ എസ്റ്റേറ്റിലെത്തി. റൂത്തിനും ഹെക്ടറിനും ഡസ്റ്റിനെ കണ്ടപ്പോൾ ശരിക്കും സന്തോഷം. അസ്കാബാൻ പോലുള്ള ഒരു ജയിലിൽ അകപ്പെടുന്ന ഒരാള് പുറത്തിറങ്ങുമെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. പക്ഷെ ഇതാ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഡസ്റ്റിൻ റൈസ് ആ ജയിലിൽ നിന്ന് പുറത്തെത്തിയിരിക്കുകയാണ്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ ഡസ്റ്റിനെ ആരാണ് സഹായിച്ചത്? ആ ചോദ്യം റൂത്തും ഹെക്ടറും ചോദിച്ചപ്പോ ഡസ്റ്റിൻ പറഞ്ഞു, എന്റെ ഒരു സുഹൃത്ത് ഇടപെട്ടു. ആ സുഹൃത്ത് ആരാണെന്നുള്ള ചോദ്യത്തിന് ഡസ്റ്റിൻ വ്യക്തമായ മറുപടിയൊന്നും പറഞ്ഞില്ല. പക്ഷെ ആ സുഹൃത്തിനെ പിറ്റേന്ന് രാവിലെ ഡസ്റ്റിൻ അവരുടെ വീട്ടിൽ പോയി കാണുകയാണ്. ഡസ്റ്റിൻ അവരുടെ വീട്ടിലേക്ക് വരുമ്പോ സ്കാർലറ്റ് സ്പാനർ അവളുടെ മുറിയിൽ ഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്കൊപ്പം ജോർജിയുമുണ്ട്. നീളമുള്ള ഒരു ഗൗണാണ് സ്കാർലറ്റ് ധരിച്ചിരിക്കുന്നത്. ആ ഭംഗിയുള്ള ഗൗൺ അണിഞ്ഞ സ്കാർലറ്റ് കണ്ണാടിയിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. ജോർജിയ, ഇത് ശരിയാവൂ? മാഡം, ഇതെന്ത് ചോദ്യമാ? മാഡം എത്ര സുന്ദരിയാണെന്ന് അറിയാവൂ? സ്കാർലറ്റ് സ്പാനറെ ആ വേഷത്തിൽ അതീവ സുന്ദരിയായി കാണപ്പെടുകയാണ്. ഞാൻ ഇത്ര വേഷമൊന്നും സാധാരണ ധരിക്കുന്നതല്ലേ. മാഡം, ഒരു പ്രശ്നവുമില്ല. ഇന്നിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? മാഡത്തിന് ഇഷ്ടമുള്ള ആളോടൊപ്പം ഒന്ന് കറങ്ങി നടക്കാനല്ലേ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു വേഷം ധരിക്കുന്നതല്ലേ നല്ലത്. ജോർജിയ, ഈ വേഷം ലോകന് ഇഷ്ടപ്പെടുമോ? മാഡം, ഞാനാ പറയുന്നത്, ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഈ വേഷം ഇഷ്ടപ്പെടും. ജോർജിയ അങ്ങനെ തീർത്ത് പറഞ്ഞപ്പോ സ്കാർലറ്റിന് അല്പം ഒരു ആത്മവിശ്വാസമായി. ആ സമയത്താണ് ബ്രിജിത്ത് അകത്തോട്ട് വന്നത്. മാഡം, അദ്ദേഹം എത്തിയിട്ടുണ്ട്. ലോകൻ എത്തിയ വിവരം ബ്രിജിത്ത് പറഞ്ഞപ്പോ ശരിക്കും മിടിക്കുന്ന ഹൃദയത്തോടു കൂടിയാണ് സ്കാർലറ്റ് സ്പാനർ അവളുടെ മുറിയിൽ നിന്ന് ആ സ്വീകരണ മുറിയിലേക്ക് വന്നത്. ആ മുറിയിലേക്ക് കടന്നു വന്ന സ്കാർലറ്റിനെ ഡസ്റ്റിൻ ഒന്ന് സൂക്ഷിച്ചു നോക്കി. സ്കാർലറ്റിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഡസ്റ്റിൻ സ്കാർലറ്റിനോട് പറഞ്ഞു, കുട്ടി, ഇത് എന്തോന്ന് വേഷമാ? നിനക്ക് വേറെ നല്ല വേഷമൊന്നും ഇല്ലേ? ലോകൻ, ഞാൻ നീ പോയിട്ട് സാധാരണ നീ ഇടുന്ന ആ ചുവന്ന ഡ്രസ്സില്ലേ, അതാണ് നിനക്ക് ചേരുന്നത്. ഡസ്റ്റിൻ റൈസ് അങ്ങനെ പറഞ്ഞപ്പോ സ്കാർലറ്റിന്റെ കണ്ണിൽ നിന്ന് തീപ്പൊരി പറഞ്ഞത് സാക്ഷാൽ ജോർജിയയ്ക്ക് നേരെയാണ്. ജോർജിയാണ് ആ ഡ്രസ്സിന് ശരിക്കും ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞത്. സ്കാർലറ്റിന്റെ കണ്ണുകൾ തനിക്ക് നേരെ നീണ്ടു വരുന്ന കണ്ടതും ജോർജ് പെട്ടെന്ന് തല ഉനിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോ അകത്തേക്ക് പോയ സ്കാർലറ്റ് അവളുടെ ആ ചുവന്ന ട്രാക്ക് സ്യൂട്ടുമായി പുറത്തെത്തി. അത് കണ്ടതും ഡസ്റ്റിൻ പറഞ്ഞു, ഇതാ നിനക്ക് പറ്റിയ വേഷം. ആ ദിവസം ഡസ്റ്റിൻ സ്കാർലറ്റിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ദിവസമാണ്. രാവിലെ തന്നെ ആ നാലംഗ ടീം ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മിൽസ്ബർഗിൽ ഒരുപാട് രസകരമായ കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളുടെ കൂട്ടത്തിൽ ഒന്ന് ബീച്ചാണ്. ബീച്ചിലും മാളുകളിലും എന്ന് വേണ്ട എന്റർടൈൻ ചെയ്യാൻ കഴിയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഡസ്റ്റിനും സ്കാർലറ്റും കൂടി അങ്ങനെ പോവുകയാണ്. ശരിക്കും രണ്ടുപേരും ചിരിച്ച് ഉല്ലസിച്ച പോകുന്നത്. സ്കാർലറ്റിന് ഈ ശൈലിയിൽ ചിരിച്ച് ജോർജിയോ ബ്രിജിത്തോ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതാണ് ശരി. എപ്പോഴും സ്കാർലറ്റിന്റെ മുഖത്ത് ഒരു ഗൗരവഭാവമാണ് ഉള്ളത്. സ്കാർലറ്റിനെ സകലരും ഭയത്തോട് മാത്രമേ സാധാരണയിൽ നോക്കാറുള്ളൂ. സ്കാർലറ്റ് എപ്പോഴും ഏത് സദസ്സിലും ഒരു സ്റ്റെപ്പ് മുകളിൽ നിൽക്കുന്ന വ്യക്തിയാണ്. സ്കാർലറ്റ് ഒന്ന് നിൽക്കുമ്പോൾ സകലരും വല്ലാത്തൊരു ഭയത്തോടു കൂടിയാണ് സ്കാർലറ്റിനോട് പെരുമാറുക. ആ സ്കാർലറ്റാണ് ഇപ്പൊ ഇതാ ഡസ്റ്റിനൊപ്പം ചിരിച്ചു കളിച്ച് മാളുകളിലും ബീച്ചിലും ഒക്കെ കറങ്ങി നടക്കുന്നത്. സമയം സന്ധ്യയാകാറായപ്പോ ബ്രിജിത്തിനും അതുപോലെ ജോർജിയയ്ക്കും ഒരു ഭയം തോന്നുകയാണ്. അവർ രണ്ടുപേരും ഡസ്റ്റിനും സ്കാർലറ്റിനും തൊട്ടുപുറകെ രണ്ട് വശത്തായി നടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോഴും രണ്ടുപേരുടെ കണ്ണുകൾ ചുറ്റും നിരീക്ഷിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ കമാൻഡിംഗ് ഓഫീസറായ ജനറൽ സ്കാർലറ്റ് സ്പാനർക്ക് സംരക്ഷണം കൊടുക്കുകയാണ്. സ്കാർലറ്റ് സ്റ്റോണിയിലാണെങ്കിൽ എപ്പോഴും വൻ ടീം തന്നെ കൂടെ ഉണ്ടാവും. ഇവിടെ ഇപ്പോ സ്കാർലറ്റിനെ സംരക്ഷിക്കാൻ അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ഒളി ആക്രമണം സ്കാർലറ്റിന് നേരെ ഉണ്ടാകാം. ഡ്രാഗൺ മാർഷിന്റെ ഓണാറ്റുള്ളി ഗോഡ്സ് ഓഫ് വാർ സ്കാർലറ്റ് സ്പാനർ മിൽസ്ബർഗിൽ ടൗണിലൂടെ അങ്ങനെ കറങ്ങി നടക്കുന്ന വാർത്ത ആരെങ്കിലും സ്പ്രെഡ് ചെയ്താൽ ആ നിമിഷത്തിൽ അസാസിൻ ടീം അവിടെ എത്തും. അവർ സ്കാർലറ്റിനെ നോട്ടമിട്ടിരിക്കുന്നവരാണ്. ആ കാര്യം ജോർജിക്കും
അതുപോലെ ബ്രിജിത്തിനും അറിയാം. ജോർജിയ സ്കാർലറ്റിനോട് പറഞ്ഞു, മാഡം സന്ധ്യ ആകാറായി, നമുക്ക് മടങ്ങിയാലോ? ജോർജിയ, നമുക്ക് ഇനി ഒരുപാട് സ്ഥലത്ത് പോകണം. സ്കാർലറ്റിന് ഡസ്റ്റിനെ വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് സ്കാർലറ്റ് അങ്ങനെ പറയുന്നത്. അത് കേട്ടതും ഡസ്റ്റിൻ സ്കാർലറ്റിനോട് പറഞ്ഞു, ഓക്കെ സ്കാർലറ്റ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഡിന്നർ കഴിക്കാൻ പോയാലോ? ഓക്കെ ഡസ്റ്റിൻ പറ, എവിടെയാ പോകണ്ടേ? സ്കാർലറ്റ്, സ്ഥലം ഞാൻ തീരുമാനിച്ചു. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ അവരെയും കൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് നീങ്ങി. ഡസ്റ്റിൻ സ്കാർലറ്റുമായി എത്തിയത് മൂൺ റെസ്റ്റോറന്റിലാണ്. യഥാർത്ഥത്തിൽ ആ മൂൺ റെസ്റ്റോറന്റ് കിരിൻ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഡസ്റ്റിന്റെ കിരിൻ ഗ്രൂപ്പ് മിൽസ്ബർഗിൽ ഇപ്പൊ പല സ്ഥാപനങ്ങളും ഓൺ ചെയ്യുകയാണ്. മൂൺ റെസ്റ്റോറന്റിലെത്തിയ ഡസ്റ്റിനും സ്കാർലറ്റും ജോർജിയും ബ്രിജിത്തും കൂടി മുകളിലത്തെ നിലയിലെ റെസ്റ്റോറന്റിലേക്ക് വരുമ്പോൾ ബ്രിജിത്തും ജോർജിയും ആ റെസ്റ്റോറന്റ് ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം അവർക്കായി സീറ്റ് അറേഞ്ച് ചെയ്തത് ഏറ്റവും പുറകിലുള്ള ജനാലെ ചേർന്നിരിക്കുന്ന ഒരു ടേബിളാണ്. അവിടെ ഇരുന്നാൽ ആ റെസ്റ്റോറന്റിലേക്ക് കടന്നു വരുന്ന സകലരെയും കാണാൻ പറ്റും. സ്കാർലറ്റിന്റെ സെക്യൂരിറ്റി ചുമതല ബ്രിജിത്തിനും ജോർജിക്കും ആയതുകൊണ്ട് അവർ സെലക്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇരിക്കുക എന്നുള്ളത് സ്കാർലറ്റിന്റെ ഡ്യൂട്ടിയുമാണ്. ഡസൻ ഡയസും സ്കാർലറ്റും ബ്രിജിത്തും ജോർജിയും ആ ടേബിളിനടുത്ത് ഇരുന്നോടെ തന്നെ അവർ ഓർഡർ കൊടുത്തു. ഓർഡർ അനുസരിച്ചുള്ള വിഭവങ്ങൾ വന്നു. അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങിയാണ്. അവരങ്ങനെ ഭക്ഷണം കഴിച്ച് ഏതാണ്ട് തീരാറായപ്പോഴാണ് കുറച്ച് ആളുകൾ ആ ഹാളിലേക്ക് കടന്നു വന്നത്. കുറച്ച് ചെറുപ്പക്കാരാണ്. ആ ഹാളിലേക്ക് അവർ കടന്നു വരുന്നത് ആ ഹാളിന്റെ ഡോറിലേക്ക് നോക്കിയിരിക്കുന്ന ജോർജിക്ക് കൃത്യമായിട്ട് കാണാം. ജോർജിയ അവിടേക്ക് കടന്നു വരുന്ന ആ ചെറുപ്പക്കാരെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ ചെറുപ്പക്കാരിൽ ഒരാൾ ആ റെസ്റ്റോറന്റിന്റെ അറ്റത്ത് ജനാലയുടെ സമീപത്തിരിക്കുന്ന സ്കാർലറ്റ് സ്പാനറെ കണ്ടു. സ്കാർലറ്റ് സ്പാനറെ കണ്ട അയാൾ ഒന്ന് ഞെട്ടിയെന്ന് പറയാം. അയാൾ ജീവിതത്തിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ആദ്യമായിട്ടാണ് കാണുന്നത്. ചിരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അയാളുടെ കൂട്ടുകാരോട് പറഞ്ഞു, ദേ അത് കണ്ട. അങ്ങനെ അയാൾ പറഞ്ഞതും ആ ചെറുപ്പക്കാരൊക്കെ ആ ടേബിളിലേക്ക് നോക്കി. അവിടെ 3 സ്ത്രീകളും ഒരു പുരുഷനും ടേബിളിന് ചുറ്റുമായി ഇരിക്കുകയാണ്. അതിൽ ഒരു സ്ത്രീ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന സൗന്ദര്യത്തിന് ഉടമയാണ്. മിൽസ്ബർഗിലോ ഗ്ലൻസ്റ്റഡിലോ ഇത്രയും സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ അവരാരും കണ്ടിട്ടേയില്ല. ശരിക്കും അമ്പരന്ന് പോയ ആ ചെറുപ്പക്കാർ പെട്ടെന്ന് ആ ടേബിളിന് നേരെ സ്പീഡിൽ വരികയാണ്. അവർ തങ്ങളുടെ ടേബിളിന് നേരെയാണ് വരുന്നെന്ന് കണ്ടതും ജോർജിയ എണീറ്റ് ആ ടേബിളിന്റെ മുന്നിലോട്ട് നിന്നു. എന്താ? സുന്ദരി മാറ്, ഞാനേ ആ ടേബിളിൽ ഇരിക്കുന്ന സുന്ദരിയോട് സംസാരിക്കാമെന്നാണ്. ഹലോ, അത് വേണ്ട. ജോർജിയ അങ്ങനെ പറഞ്ഞതും ആ ചെറുപ്പക്കാരൻ ഒന്ന് ചിരിച്ചു. ഞാൻ ആരെന്ന് അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഇയാൾ ഇങ്ങനെ സംസാരിക്കുന്നത്. താൻ ആരായാലും എനിക്കൊരു വിഷയമല്ല. ഞാൻ പറഞ്ഞല്ലോ അത് വേണ്ടാന്ന്. സുന്ദരി, ഞാൻ സെൻ ഓർഡറിലെ ലീഡറുടെ മകനാണ്. എന്റെ പേര് ഡാനി എന്നാണ്. നോക്ക്, നിങ്ങൾ ഡാനിയാണോ സെൻ ഓർഡറാണോ ഇതൊന്നും എന്റെ വിഷയമല്ല. നിങ്ങൾ ഇനി മുന്നോട്ട് വന്നാൽ എന്റെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങിക്കും. ജോർജിയ അങ്ങനെ തീർത്തു പറഞ്ഞതും ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരികയാണ്. അത് കൊള്ളാലോ. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ പിന്നെയും മുന്നോട്ട് നീങ്ങിയതും ജോർജിയ കൈ നിവർത്തൂർ ഒറ്റ ഇടി. ജോർജിയ ഇടിക്കുമെന്ന് ആ സെൻ ഓർഡറിലെ ലീഡർ മകൻ ഡാനി കരുതിയില്ല എന്ന് വ്യക്തം. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അയാൾക്ക് ഇടി കിട്ടിയത്. ഇടിയേറ്റ് അയാൾ 3-4 സ്റ്റെപ്പ് പുറകോട്ട് മാറി. സുന്ദരി, നീ എന്നെ തല്ലിയല്ലേ? ഇടാ, അവൾക്കിട്ട് 2 പൊട്ടിന് കേൾക്കേണ്ട താമസം. ഈ കാഴ്ച കണ്ട് ചിരിച്ചുകൊണ്ട് നിന്ന ഡാനിയുടെ കൂട്ടുകാർ ഒന്നിച്ച് മുന്നോട്ട് കുതിച്ചു. ശരിക്കും അവന്മാർക്ക് ഈ സ്ത്രീകളുമായി അടികൂടാൻ ഒരു താല്പര്യമുണ്ടെന്ന് അവരുടെ ആ മുഖം വിളിച്ചു പറയുകയാണ്. ഒരു തമാശയിൽ അവർ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഫീലാണ് ആ ചെറുപ്പക്കാർക്കുള്ളത്. പക്ഷേ അടുത്ത നിമിഷത്തിൽ അവർക്ക് അവരുടെ ചിന്ത തെറ്റാണെന്ന് വേഗം മനസ്സിലാവുകയാണ്. ജോർജിയ അവരെ മുഴുവൻ അടിച്ച് താഴെയിട്ടു. ജോർജിയ ആ ചെറുപ്പക്കാരെ മുഴുവൻ അടിച്ച് താഴെയിട്ടപ്പോ അതുവരെ ചിരിച്ച് കളിച്ചു നിന്ന ഡാനി ശരിക്കും വിരണ്ടു പോവുകയാണ്. ഡാനി ജോർജിയോട് പറഞ്ഞു, നിന്നെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വാതിൽക്കൽ നേരെ ഓടാൻ തുടങ്ങിയതും പെട്ടെന്ന് അയാളുടെ മുട്ടിൽ എന്തോ വന്ന് തറച്ചു. അമ്പരപ്പോടെ അയാളുടെ വലത് കാലിലെ മുട്ടിലേക്ക് നോക്കുമ്പോൾ ആ മുട്ടിൽ ഒരു ഫോർക്ക് തറച്ചിരിക്കുകയാണ്. ആരാ എന്നെ എറിഞ്ഞത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ഡാനി ആ ടേബിളിന് നേരെ നോക്കുമ്പോൾ ജോർജിയുടെ സുഹൃത്ത് ബ്രിജിത്ത് ഒരു ഫോർക്കുമായി അയാൾക്ക് നേരെ നടന്നു വരുന്നതാണ് അയാൾ കണ്ടത്. നീയാണോ എന്നെ എറിഞ്ഞത്? ഞാൻ ആരെന്ന് കരുതിയാ നീ എറിഞ്ഞ? ഞാൻ ആരെന്ന് കരുതിയാ നീ എറിഞ്ഞതെന്നുള്ള ചോദ്യം കംപ്ലീറ്റ് ചെയ്യും മുമ്പ് അയാളുടെ ഇടത് കാലിൽ അടുത്ത ഫോർക്ക് തുളച്ചു കയറി. ബ്രിജിത്ത് വളരെ ഷാർപ്പായിട്ടാണ് ആ ഫോർക്ക് എറിയുന്നത്. രണ്ടാമത്തെ ഫോർക്ക് അയാളുടെ രണ്ടാമത്തെ മുട്ടിലേക്ക് തുളച്ചു കയറിയപ്പോൾ വേദന കൊണ്ട് പൊളഞ്ഞുപോയ അയാളുടെ തൊട്ടടുത്ത് ബ്രിജിത്ത് എത്തുകയും ചെയ്തു. തന്റെ തൊട്ടടുത്തെത്തിയ ബ്രിജിത്തിനോടായി അയാൾ ഉറക്കെ ദേഷ്യത്തോടുകൂടി പറഞ്ഞു, നീ ആരെ തൊട്ടെന്നറിയാവോ? അയാൾ അത്രയും പറയുന്നത് വരെ ഒന്നും മിണ്ടാകുന്ന ബ്രിജിത്ത് അയാൾ വീണ്ടും വാ തുറന്നതും
ഒരൊറ്റ ചവിട്ട്. ആ ചവിട്ട് കൃത്യം ഡാനിയുടെ നെഞ്ചിലാണ്. ചവിട്ടേറ്റ ഡാനി ആ തറയിലൂടെ പുറകോട്ടങ്ങ് ഇറങ്ങി പോവുകയാണ്. അയാൾ ചെന്ന് വീണത് കൃത്യം ആ റെസ്റ്റോറന്റിലെ വാതിൽക്കലാണ്. അയാൾ വാതിലിൽ ചെന്ന് വീണ അതേ നിമിഷത്തിലാണ് കുറെ ചെറുപ്പക്കാർ അകത്തേക്ക് കടന്നു വന്നത്. അകത്തേക്ക് കടന്നു വന്ന ആ ചെറുപ്പക്കാരുടെ മുന്നിലുള്ള ആള് വാതിൽക്കൽ ആ നിമിഷം വന്ന് വീണ ഡാനിയെ കണ്ടു. അമ്പരപ്പോടെ കുനിഞ്ഞ് ഡാനിയെ പിടിച്ചു പൊക്കി അയാൾ ഡാനിയോട് ചോദിക്കണേ, ഏയ് ഡാനി, എന്താ ഇത്? ആരാ നിന്നെ ഉപദ്രവിച്ച്? ഏയ് ജോയൽ, നീ എത്തിയോ? ജോയൽ, അവരെ എന്നെ ഉപദ്രവിച്ചത്. ബ്രിജിത്തിനെയും ജോർജിയെയും ചൂണ്ടി ജോയലിനോട് ഡാനി അത് പറഞ്ഞതും ഡാനിയെ അവിടെ നിർത്തിയിട്ട് ജോയൽ മുന്നോട്ട് നീങ്ങി. ജോയൽ ശരിക്കും ദേഷ്യത്തിലാണ്. ദേഷ്യത്തോടു കൂടി ജോയൽ ജോർജിക്കും ബ്രിജിത്തിന് നേരെ വന്നതും ബ്രിജിത്ത് പെട്ടെന്ന് ജോയലിന്റെ മുന്നിലേക്ക് വന്നു. ജോർജിയുടെ മുന്നിലേക്ക് ബ്രിജിത്ത് കയറുമ്പോ ബ്രിജിത്തിന് ആ തോന്നലുണ്ട്, അവിടേക്ക് കടന്നു വരുന്ന വ്യക്തി ശരിക്കും ഒരു ഫൈറ്ററാണ്. എത്ര ഫൈറ്റർ ആണെങ്കിലും ഡ്രാഗൺ മാർഷിലെ ബ്ലാക്ക് പാന്തർ ആർമിയുടെ ഡെപ്യൂട്ടി ജനറലായ ബ്രിജിത്തിനെ തോൽപ്പിക്കാൻ അയാൾക്ക് കഴിയില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ബ്രിജിത്ത് പെട്ടെന്നാണ് ജോയൽ നേരെ ആഞ്ഞിടിച്ചത്. ശരിക്കും അതിശക്തമായ ഒരു ലെഫ്റ്റ് ഹാൻഡ് പഞ്ച് ബ്രിജിത്ത് ജോയലിന് നേരെ തൊടുത്തതും ജോയൽ ബ്രിജിത്തിന്റെ കയ്യിലങ്ങ് പിടിച്ചു. കൈ പിടിച്ച ജോയൽ ആ കൈ ഒന്ന് തിരിച്ചു. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ശൈലിയിലുള്ള വേഗത ജോയലിന് ഉണ്ടെന്നർത്ഥം. ബ്രിജിത്തിന്റെ കൈ ഒന്ന് പിടിച്ച് തിരിച്ചിട്ട് ജോയൽ ചിരിച്ചുകൊണ്ട് ബ്രിജിത്തിനോട് പറഞ്ഞു, ഏയ് സുന്ദരി, നിന്റെ അടവുകളൊക്കെ കൊച്ചു പിള്ളേരെടുത്ത് മതി. അങ്ങനെ ബ്രിജിത്തിനോട് ജോയൽ പറഞ്ഞ നിമിഷം തന്നെ ബ്രിജിത്തിന്റെ തൊട്ടുപുറയിലുണ്ടായിരുന്ന ജോർജിയും കൂടി ജോയലിനെ നേരിടാനെത്തി. അല്പസമയം കഴിഞ്ഞതും ജോയലിനെ ആ രണ്ട് സ്ത്രീകളും ചേർന്ന് നേരിടുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ബ്ലാക്ക് പാന്തർ ആർമിയുടെ ആ രണ്ട് ഡെപ്യൂട്ടി ജനറൽമാരും ശരിക്കും പെൺപുലികളെ പോലെ നിന്ന് ആ ചെറുപ്പക്കാരനെ നേരിടുകയാണ്. പക്ഷെ ഏകദേശം 1 മിനിറ്റ് ആയപ്പോ തന്നെ ബ്രിജിത്തിനും ജോർജിയയ്ക്കും ഒരു കാര്യം ബോധ്യമായി, തങ്ങൾ എതിരിടുന്ന ആള് അതിശക്തനാണ്. അയാൾ ഒരു ഡിവൈൻ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. ഡിവൈൻ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റായ ജോയൽ ജോർജിയും അതുപോലെ ബ്രിജിത്തിനെയും തറയിൽ നിൽക്കാൻ സമ്മതിക്കാതെ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും കാര്യമായ ഇടി രണ്ടുപേർക്കും കിട്ടി. ഇത് കാണുമ്പോൾ പരിക്കേറ്റിരിക്കുന്ന ഡാനിക്കും കൂടുള്ളവർക്കും ശരിക്കും അങ്ങോട്ട് സന്തോഷം വരികയാണ്. ജോർജിയും ബ്രിജിത്തും ജോയലിന് നേരെ പിടിച്ചു നിൽക്കാൻ ശരിക്കും ബുദ്ധിമുട്ടുന്ന ആ നിമിഷത്തിൽ പെട്ടെന്നാണ് സ്കാർലറ്റിന്റെ ശബ്ദം അവർ കേൾക്കുന്നത്. ഏയ് ബ്രിജിത്ത്, ജോർജിയ, സ്റ്റോപ്പ്! നിങ്ങൾക്ക് അയാളൊരു എതിരാളിയല്ല. പെട്ടെന്നൊരു സ്ത്രീയുടെ ശബ്ദം അങ്ങനെ കേട്ടപ്പോഴാണ് ജോയൽ സ്കാർലറ്റിനെ കാണുന്നത്. സ്കാർലറ്റ് പറഞ്ഞത് കേട്ടതും ബ്രിജിത്തും ജോർജിയും ഒരുമിച്ച് പിന്മാറുകയും ചെയ്തു. അവര് രണ്ടുപേരും പിന്മാറിയപ്പോ ഇപ്പോ ജോയലിന് കൃത്യമായും സ്കാർലറ്റിനെ കാണാം. സ്കാർലറ്റ് ആ ടേബിളിനടുത്ത് നിന്ന് എണീറ്റ് നിൽക്കുകയാണ്. എണീറ്റ് നിൽക്കുന്ന സ്കാർലറ്റ് സ്പാനറെ ശരിക്കും അമ്പരപ്പോടെയാണ് ജോയൽ കാണുന്നത്. അവന്റെ കണ്ണുകൾ രണ്ടും ഇങ്ങനെ പുറത്തേക്ക് തള്ളി വരികയാണ്. സ്കാർലറ്റിനെ പോലൊരു സുന്ദരിയെ അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. ഡ്രാഗൺ മാർഷ് എന്ന രാജ്യത്തിലെ സുന്ദരിമാരുടെ ലിസ്റ്റ് എടുത്താൽ ആദ്യത്തെ 5 പേരിൽ ഒരാൾ ഉറപ്പായും സ്കാർലറ്റ് സ്പാനർ ആയിരിക്കും. ആ സ്കാർലറ്റ് സ്പാനറെ കണ്ടാൽ സ്വാഭാവികമായിട്ടും ആരായാലും ഞെട്ടും. ആ ഞെട്ടലാണ് ഇപ്പോ ജോയലിനും ഉണ്ടായിരിക്കുന്നത്. ചിരിച്ചുകൊണ്ട് ജോയൽ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു. അത് കേട്ടതും സ്കാർലറ്റ് ജോയലോട് പറഞ്ഞു, നീയും നിന്റെ ആളുകളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇവിടെ ചെയ്തത്. പക്ഷേ ഞാൻ ഇന്ന് നല്ല മൂഡിലാണ്, അതുകൊണ്ട് അത് കാര്യമാക്കുന്നില്ല. പക്ഷേ അങ്ങനെ കാര്യമാക്കാതിരിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നീ ഒരു ഫൈറ്റർ അല്ലേ? ഞാൻ നിന്നെ 3 തവണ പഞ്ച് ചെയ്യും. എന്റെ 3 പഞ്ചുകളും തടുക്കാൻ നിനക്ക് പറ്റിയാൽ നിന്നെ ഈ കൂട്ടരെയും ഞാൻ വെറുതെ വിടാം. സ്കാർലറ്റ് സ്പാനറുടെ ആ വാക്കുകൾ കേട്ടപ്പോ ജോയൽ അറിയാതെ ചിരിച്ചു പോവുകയാണ്. ഏയ് സുന്ദരി, എന്തായി പറയുന്നത്? ഇവിടെ ഇപ്പോ ഞങ്ങളുടെ ദാക്ഷിണ്യത്തിലാ നിങ്ങൾ നിൽക്കുന്നത്, എന്നിട്ട് തിരിച്ചാ പറയുന്നത്. നോക്ക്, ഞാൻ ആവർത്തിക്കുന്നു, എന്റെ 3 പഞ്ചുകൾ തടുക്കാൻ നിനക്ക് പറ്റിയാൽ നിന്നെയും നിന്റെ കൂടെയുള്ളവരെയും ഞാൻ വെറുതെ വിടാം. സ്കാർലറ്റ് അങ്ങനെ പറഞ്ഞതും ജോയൽ ചിരിച്ചുകൊണ്ട് സ്കാർലറ്റിനോട് പറഞ്ഞു, ഓക്കെ, ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഞാൻ നിന്റെ 3 പഞ്ചുകളും തടുത്താൽ നീ എന്നെ വിവാഹം കഴിക്കുമോ? ഡ്രാഗൺ മാർഷിന്റെ ഗോഡസ് ഓഫ് വാറിനോട് ഇതാ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, വിൽ യു മാരി മീ? ജോയലിന്റെ ചോദ്യം കേട്ട ബ്രിജിത്തും അതുപോലെ ജോർജിയും ഒന്ന് ഞെട്ടിയെന്ന് പറയാം. സ്കാർലറ്റ് സ്പാനറുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആദ്യമായിട്ടാണ് ഒരാൾ അത്തരത്തിൽ ഒരു ചോദ്യം ചോദിക്കുന്നത്. സ്കാർലറ്റിനോട് ജോയൽ ആ ചോദ്യം ചോദിച്ചതും ആ റെസ്റ്റോറന്റിലുള്ള ബാക്കി ആളുകളൊക്കെ ഒന്ന് ചിരിച്ചു. ആളുകൾ പൊട്ടിച്ചിരിച്ചതും സ്കാർലറ്റിന്റെ കണ്ണുകൾ പെട്ടെന്ന് ആ ആളുകളെ ഒന്ന് സ്കാൻ ചെയ്തു. സ്കാർലറ്റ് സ്പാനറുടെ കണ്ണുകൾ ആ ആൾക്കൂട്ടത്തിന് നേരെ ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോ
സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓഫ് ആകുന്ന പോലെ ആ ചിരികൾ അവിടെ അങ്ങ് നിൽക്കുകയാണ്. വല്ലാത്തൊരു നോട്ടമാണ് സ്കാർലറ്റിന്റെ നോട്ടം. സ്കാർലറ്റിന്റെ ആ കണ്ണുകളിലെ കോപം അവർക്ക് വിസിബിൾ ആണ്. പെട്ടെന്ന് ആ ചിരിച്ച ആളുകൾ അറിയാതെ തല താഴ്ത്തി പോവുകയാണ്. ആളുകളെ ഒന്ന് ഇരുത്തി നോക്കിയിട്ട് സ്കാർലറ്റ് ജോയലിനോടായി പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ജോയലിനെ ശരിക്കും സന്തോഷിപ്പിച്ച ഒരു മറുപടിയാണ് സ്കാർലറ്റ് സ്പാനർ പറഞ്ഞത്. അവൻ സ്വപ്നത്തിൽ പോലും ഇത്രയും സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല. ആ സ്ത്രീ ഇതാ അവനോട് വിവാഹത്തിന് തയ്യാറാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആ സന്തോഷം മുഖത്ത് അങ്ങനെ ഉദിച്ചുയരുമ്പോ സ്കാർലറ്റിന് ഇടത് കൈ മേശപ്പുറത്തിരിക്കുകയായിരുന്ന ഒരു കപ്പിനടുത്തേക്ക് പതുക്കെ താന്നു വരികയാണ്. ആ കപ്പിനടുത്തേക്ക് താഴ്ന്നു വന്ന സ്കാർലറ്റിന്റെ കൈ ആ കപ്പിനടുത്ത് ഒരു ആക്ഷൻ കാണിച്ചതും ആ കപ്പ് അതിവേഗതയിൽ പറന്ന് ജോയലിന് നേരെ വരികയാണ്. ശരിക്കും ഒരു കപ്പ് കൊണ്ടുള്ള അറ്റാക്ക്, അതാണ് സ്കാർലറ്റ് ജോയലിന് നേരെ നടത്തിയത്. കപ്പ് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും ചിരിച്ചുകൊണ്ട് ജോയൽ കൈ കൊണ്ട് ആ കപ്പങ്ങ് തടുത്തു. ശരിക്കും ഒരു പുഞ്ചിരി അയാളുടെ മുഖത്തുണ്ട്. ഒരു സുന്ദരിയുമായിട്ട് തല്ലുകൂടുന്നതിന്റെ ഒരു സുഖം അവന്റെ മുഖത്ത് ദൃശ്യമാണ്. ആ ചിരി കയ്യിൽ കപ്പ് തട്ടിയ ആ നിമിഷത്തിൽ പക്ഷെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. അതിന്റെ കാരണം ആ കപ്പ് ജോയലിന്റെ കയ്യിലേക്ക് പതിച്ചപ്പോ ഒരു ഫോഴ്സ് ജോയലിനെ പുറകിലോട്ട് തള്ളുകയാണ്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച എന്നേ അതിനെ പറയാൻ പറ്റൂ. ആ റെസ്റ്റോറന്റിൽ സ്കാർലറ്റും ജോയലും ഫൈറ്റ് ചെയ്യുന്നത് ടേബിളിനിടയിലുള്ള ആ വിശാലമായ വഴിയിലാണ്. ആ വഴിയിലൂടെ ജോയൽ പുറകോട്ടങ്ങ് എടുത്തെറിയപ്പെടുകയാണ്. ശരിക്കും ഒത്തിരി ദൂരെ ജോയൽ വന്ന് താഴേക്ക് വീണു. ആ റെസ്റ്റോറന്റിലെ മുഴുവൻ ആളുകളും ഞെട്ടിപ്പോയ ഒരു നിമിഷം. വെറും ഒരു ഒഴിഞ്ഞ കപ്പ് കൊണ്ട് ആ സുന്ദരി അതിശക്തനായ ഒരു യോദ്ധാവിനെ ഒത്തിരി ദൂരേക്ക് തെറിപ്പിച്ചിരിക്കുന്നു, അയാളുടെ പുറത്തു പോലും തൊടാതെ. ഈ കാഴ്ച ജോയലിനൊപ്പം അകത്തേക്ക് വന്ന അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഫൈറ്റേഴ്സ് ഒക്കെ കണ്ടു. സെൻ ഓർഡറിലെ ആ ഫൈറ്റേഴ്സ് ആ നിമിഷത്തിൽ തന്നെ സ്കാർലറ്റിന് നേരെ കുതിച്ചു. പിന്നീട് അവിടെ നടക്കുന്നത് ഒരു നല്ല ഫൈറ്റാണ്. ആ ഫൈറ്റ് നടക്കുമ്പോൾ രസകരമായ ഒരു രംഗം കൂടി നമ്മൾ കാണുകയാണ്. സ്കാർലറ്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഒരാളും ഒരു ടേബിളിന്റെ പുറത്തും വീഴാതിരിക്കാനും ടേബിളുകളിലുള്ള ഒരു സാധനവും തട്ടിമറിക്കാതിരിക്കാനും സ്കാർലറ്റ് ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. ആരെങ്കിലും തെറിച്ച് ടേബിളിന്റെ മുകളിലേക്ക് വരുമ്പോൾ സ്കാർലറ്റ് അയാളെ അവിടെ തൂക്കിയെടുത്ത് തറയിലേക്ക് അടിക്കുകയാണ്. ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞാണ് ഒരു ഡസനോളം സെൻ ഓർഡറിലെ ഫൈറ്റേഴ്സ് ആ റെസ്റ്റോറന്റിലെ പല ഭാഗത്തായി വീണ് കിടപ്പുണ്ട്. ഇനിയും 1-2 പേരുകൂടി ബാലൻസ് ഉണ്ട്. അവരുടെ നേരെ സ്കാർലറ്റ് നീങ്ങുന്ന ആ നിമിഷത്തിൽ ഉറക്കെ ഒരു ശബ്ദം, ശബ്ദം കേട്ട ദിക്കിലേക്ക് സ്കാർലറ്റ് നോക്കുമ്പോൾ സ്കാർലറ്റ് ഞെട്ടിപ്പിക്കുന്ന ആ കാഴ്ചകൾ. ജോയൽ ആ ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന ഡസ്റ്റിന്റെ പുറകെ കൂടി ഡസ്റ്റിന്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ആ കഴുത്തിൽ അങ്ങനെ പിടിച്ചുകൊണ്ട് ജോയൽ സ്കാർലറ്റിനോട് പറഞ്ഞു, അത് കേട്ടത് സ്കാർലറ്റ് ജോയലിനെ നോക്കി ജോയലിനോട് വളരെ ശാന്തമായി പറഞ്ഞു, അദ്ദേഹത്തെ വിട്, ഇല്ലെങ്കിൽ നിന്നെയും നിന്റെ കൂടെ ഉള്ളവരെയും ഞാൻ കൊല്ലും. അങ്ങനെ സ്കാർലറ്റ് പറഞ്ഞതും ജോയലിന്റെ കൈ ഡസ്റ്റിന്റെ കഴുത്തിൽ ചേർന്ന് വരികയാണ്. ആ കൈ ചേർത്ത് പിടിച്ചിട്ട് ജോയൽ സ്കാർലറ്റിനോട് പറഞ്ഞു, ഏയ് സുന്ദരി, നീ എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ ഇയാളെ കൊല്ലും. സ്കാർലറ്റിന്റെ മുഖത്ത് ആ വാക്കുകൾ ശരിക്കും ഒരു ഭയം ഉണ്ടാക്കുകയാണ്. സ്കാർലറ്റ് ഒന്ന് ഞെട്ടിയെന്ന് മനസ്സിലായത് ജോയൽ സ്കാർലറ്റിനോട് പറഞ്ഞു, ഏയ് പുറകിലോട്ട് നീങ്ങ. ജോയലിന്റെ ആജ്ഞ കേട്ടതും സ്കാർലറ്റ് 2 സ്റ്റെപ്പ് പുറകോട്ട് നീങ്ങി. സ്കാർലറ്റ് മാത്രമല്ല, ബ്രിജിത്തും ജോർജിയും ഒരുമിച്ച് പുറകോട്ട് നീങ്ങുകയാണ്. ഈ സമയത്ത് അടിയേറ്റ് വീണ ഗുണ്ടകളൊക്കെ സാവധാനം എണീറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗുണ്ടകളുടെ കൂട്ടത്തിൽ എണീറ്റ് നിൽക്കുന്ന ഡാനിയോ ഉണ്ട്. ഡാനിയോടായി ജോയൽ പറഞ്ഞു, ഡാനി, എല്ലാവരും കൊണ്ട് പുറത്തു പോകും, ഞാൻ ഇവനെ ബന്ധിയൊക്കെ പിടിച്ച് ഇവിടുന്ന് പുറത്തു വരാൻ. ആ കപ്പ് കൊണ്ടുള്ള ഒറ്റ അറ്റാക്കിൽ തന്നെ ജോയലിന് ഒരു കാര്യം ബോധ്യമായി, തന്നെ എതിരിട്ട ആ സുന്ദരി അസാധ്യ പ്രതിഭയാണ്, അവളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നീട് ചെയ്യാൻ കഴിയുന്നത് ഇതുപോലൊരു കാര്യമാണ്, ആരെങ്കിലും ഇതുപോലെ ഹോസ്റ്റേജ് ആക്കിക്കൊണ്ട് രക്ഷപ്പെടുക. ഹോസ്റ്റേജ് ആക്കാൻ പറ്റിയ കക്ഷി ആരാണെന്ന് അയാൾ ആലോചിച്ചപ്പോഴാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഡസ്റ്റിൻ അയാളുടെ ശ്രദ്ധയപ്പെട്ടത്. ഡസ്റ്റിന്റെ തൊട്ടടുത്ത് നിന്നാണ് സ്കാർലറ്റ് എണീറ്റ് ഫൈറ്റ് ചെയ്യാൻ വന്നത്. അയാളെ ആക്രമിച്ച സുന്ദരിക്കും ആ ചെറുപ്പക്കാരൻ തമ്മിൽ ബന്ധമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ജോയൽ ആ ചെറുപ്പക്കാരന്റെ പുറകിലെത്തി ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ പിടിച്ചത്. ചെറുപ്പക്കാരനായ ഡസ്റ്റിന്റെ കഴുത്തിൽ പിടിച്ചുകൊണ്ട് ജോയൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് എണീക്ക്. ജോയൽ ഡസ്റ്റിനോട് എണീക്കെന്ന് പറയുമ്പോ ഡസ്റ്റിന് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡസൻ അയാളോട് പറഞ്ഞു, ഏയ് എന്താ ഇത്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടില്ലേ. ഡസന്റെ ആ വാക്കുകൾ ആ റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും ശരിക്കും ഞെട്ടിപ്പിച്ചു എന്ന് പറയാം. അവിടെ അതിഭീകരമായ ഒരു സംഘടനം
നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംഘടന നടക്കുന്ന സമയത്തൊന്നും ആ സംഘടനത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കാതെ മുൻവശത്തിരിക്കുന്ന ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഡസ്റ്റിൻ ശരിക്കും ഒരു അമ്പരപ്പ് തന്നെയാണ് അവരിൽ ഉണ്ടാക്കിയത്. അമ്പരപ്പ് ജോയലിനുമുണ്ട്. ജോയലിന് ശരിക്കും കൊണ്ട് ദേഷ്യം വരികയാണ്. ജീവൻ മരണ പോരാട്ടമാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് അയാൾ ഒന്ന് കൈ അമർത്തിയാൽ ചത്തുപോകുന്ന ആള് ഭക്ഷണത്തിന്റെ കാര്യം പറയുന്നത്. ഏയ് എണീക്കടാ. അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ പറഞ്ഞു, നോക്ക് ഞാൻ ഈ ഭക്ഷണം കഴിച്ചോട്ടെ. അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല, മുന്നിലിരിക്കുന്ന ഒരു ഫ്രൈ എടുത്ത് ഡസ്റ്റിൻ കഴിച്ചു തുടങ്ങുകയും ചെയ്തു. ഡസ്റ്റിൻ ഭക്ഷണത്തിൽ മാത്രമാണ് അപ്പോഴും ശ്രദ്ധിക്കുന്നത്. ഈ കാഴ്ച ജോർജിയും ബ്രിജിത്തും വല്ലാത്തൊരു അമ്പരപ്പൊടിയോടെ കാണുന്നത്. ഈ ഡസ്റ്റിൻ ഇത് എന്താ ചെയ്യുന്നത്? ആ ചോദ്യം അവർ രണ്ടുപേരുടെ മനസ്സിലുണ്ട്. ജോയൽ ഡസ്റ്റിന്റെ ആക്ഷനിൽ ഏതെന്ന് വട്ട എന്ന് പറയാം. ദേഷ്യം വന്ന ജോയൽ ഡസ്റ്റിന്റെ കഴുത്തിൽ ഇടത് കൈകൊണ്ട് പിടിച്ചിട്ട് വലത് കാൽ ഉയർത്തി ആ ടേബിളിൽ ആഞ്ഞൊരു ചവിട്ട്. ഡസ്റ്റിന്റെ മുന്നിലെ ടേബിളിൽ ആഞ്ഞൊന്ന് ജോയൽ ചവിട്ടിയതും ആ ടേബിളിൽ ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം കൂടി താഴേക്ക് വീണു. താൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണ സാധനം പെട്ടെന്ന് ടേബിളിന്റെ മുകളിൽ കൂടി താഴേക്ക് ഒഴുകി വീഴുന്നത് ഡസ്റ്റിൻ കണ്ടു. അത് കണ്ടതും ഡസ്റ്റിൻ ജോയലിനോട് ചോദിച്ചു, എടാ നിന്റെ അമ്മ ഭക്ഷണം പാഴാക്കാൻ തന്നെ പഠിപ്പിച്ചിട്ടില്ലേ? നിനക്ക് നല്ല തലയിട്ടതിന്റെ കുഴപ്പമാണ്. ഡസ്റ്റിൻ റൈസിന്റെ ആ വാക്കുകൾ ശരിക്കും ആ റെസ്റ്റോറന്റിനകത്ത് എന്ത് വികാരമാണ് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല. ജോയൽ ഡസ്റ്റിന്റെ കഴുത്തിൽ അങ്ങനെ പിടിച്ചിരിക്കുമ്പോഴാണ് ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞത്. ഹോസ്റ്റേജായി താൻ പിടിച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞപ്പോ ജോയലിന്റെ ദേഷ്യം അതിന്റെ അതിരുകൾ കടക്കുകയാണ്. ദേഷ്യത്തോട് ജോയൽ ഡസ്റ്റിനോട് പറഞ്ഞു, എടാ മിണ്ടാ നിന്നെ കൊല്ലും. അത് കേട്ടതും സ്കാർലറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ ഇവനൊരു മണ്ടന, ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇവനൊക്കെ ചെറിയ പിള്ളേരുടെ കളിക്കാനല്ലേ അറിയാവൂ. ജോർജിയും ബ്രിജിത്തും ഡസ്റ്റിനോട് എന്തോ പറയാനായി വാ തുറന്ന ആ നിമിഷത്തിലാണ് സ്കാർലറ്റിന്റെ കമന്റിന് മറുപടിയായി ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞത്. ഡസ്റ്റിൻ ജോയലിനെ കുറിച്ച് പറഞ്ഞ ആ കമന്റ് ജോയലിനെ ശരിക്കും അങ്ങ് അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഞാൻ കൊച്ചുപിള്ള കളിക്കുന്നവനാണെന്നോ? നീ ആരുടെ ഞാനോട് സംസാരിക്കുന്ന? ഇടാ വാചം ഓടിക്കാതെ ഡസ്റ്റിൻ കൂടെ പറഞ്ഞതും ജോയൽ ദേഷ്യത്തോടുകൂടി ഡസ്റ്റിനോട് പറഞ്ഞു, നിന്നെ കൊല്ലൂടാ, പിന്നെ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. മറുപടി ഉടൻ വരികയാണ്. ഡസ്റ്റിൻ അങ്ങനെ പറയുമ്പോ ഡസ്റ്റിനെ എണീപ്പിക്കാനായിട്ട് ജോയൽ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഡസ്റ്റിൻ കസറ്റിൽ എണീക്കുന്നില്ല. ദേഷ്യം വന്ന ജോയൽ കഴുത്തുനിന്ന് കൈ എടുത്തിട്ട് രണ്ട് കൈയും കൊണ്ട് ഡസ്റ്റിന്റെ മുതൽ ഒരൊറ്റ ഇടി. സ്കാർലറ്റും ബ്രിജിത്തും അതുപോലെ ജോർജിയും ഞെട്ടിപ്പോയ നിമിഷമാണ്. ഡസ്റ്റിൻ റൈസിന്റെ പുറത്തേക്ക് ആഞ്ഞിടിക്കുന്നത് ഒരു ഡിവൈൻ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് ആണ്. ആ ഡിവൈൻ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റ് അങ്ങനെ ആഞ്ഞിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വൻ ശക്തിയിലായിരിക്കും ആ ഇടി ഡസ്റ്റിനെ പുറത്തു പതിക്കുക. ഡസ്റ്റിൻ ഇടിയേറ്റ് കൊല്ലപ്പെടാനുള്ള സാധ്യത വരെ ഉണ്ട്. ആ ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത്ഭുതകരമായ ഒരു രംഗം കൂടി അവർ കാണുകയാണ്. ഡസ്റ്റിന്റെ മുതുകിൽ ആഞ്ഞിടിച്ച ജോയൽ പെട്ടെന്ന് തെറിച്ച് പുറലത്തെ ഗ്ലാസ്സിൽ വന്ന് ഇടിച്ച് ആ ഗ്ലാസ് വഴി നേരെ താഴേക്ക് വീണു. ഈ സമയത്ത് ജോയലിന്റെ ആജ്ഞപ്രകാരം ആ ഹാളിനകത്തുണ്ടായിരുന്ന ഗുണ്ടകളുമായി ഡാനി താഴെ എത്തിയതേയുള്ളൂ. ഡാനിയുടെ തൊട്ട് മുമ്പിലേക്കാണ് ജോയൽ വന്നു വീണത്. മുകളിൽ നടന്ന സംഭവം എന്താണെന്ന് ഡാനി കണ്ടിട്ടില്ല. ഡാനിയും കൂടെയുള്ള ആളുകളും അമ്പരപ്പോടെ താഴെ വീഴുകിടക്കുന്ന ജോയലിനെ നോക്കി ജോയലിനോട് ചോദിച്ചു, ഏയ് ജോയൽ എന്താ ഇത്? നീ പടിക്കെട്ട് വഴി ഇറങ്ങി വരുന്നേ പറഞ്ഞേ, ഇതുവരെ എന്താ വന്നേ? അങ്ങനെ ഡാനി ചോദിച്ചതും ജോയൽ മുകളിലേക്ക് വിരൽ ചൂണ്ടി. ജോയൽ വിരൽ ചൂണ്ടുന്ന ഭാഗത്തേക്ക് ഡാനിയും കൂടെയുള്ള ഗുണ്ടകളും തലതിരിച്ച് നോക്കുമ്പോൾ അവർ ഒരാളെ കണ്ടു. സാക്ഷാൽ ഡസ്റ്റിൻ റൈസ് താഴേക്ക് നോക്കി നിൽക്കുന്നതാണ് അവർ കണ്ടത്. താഴേക്ക് നോക്കി നിൽക്കുന്ന ഡസ്റ്റിൻ റൈസിനെ ചൂണ്ടി ജോയൽ ഡാനിയോട് പറഞ്ഞു, ഡാനി അതൊരു ചെകുത്തനാണ്, എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക. കേൾക്കേണ്ട താമസം അവരെല്ലാരും കൂടി ജോയലിനെ പൊക്കിയെടുത്ത് വാഹനത്തിൽ കയറ്റി. ഡാനി ഉൾപ്പെടെ സഹനർക്ക് പരിക്കുണ്ട്. എല്ലാവരും കൂടി ഒരു പരുവത്തിൽ വിവിധ വാഹനങ്ങളിൽ അവിടുന്ന് അതിവേഗം പുറത്തേക്ക് നീങ്ങുകയാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിക്ടോറിയൻ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ചുവന്ന പെയിന്റ് അടിച്ച ചുവരുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുന്നിലെത്തി. 3-4 വാഹനങ്ങളിലായിട്ടാണ് അവരവിടെ എത്തിയത്. വാഹനങ്ങളിൽ നിന്ന് അവർ ഇറങ്ങുമ്പോൾ ആ ബിൽഡിങ്ങിനകത്തുണ്ടായിരുന്ന പലരും ഓടി അവരുടെ അടുത്തേക്ക് വന്നു. സകലരും അമ്പരപ്പോടെയാണ് ആ വന്നിറങ്ങുന്ന ആളുകളെ കണ്ടത്. എല്ലാവർക്കും പരിക്കുണ്ട്. ഡാനി മുന്നോട്ടിറങ്ങിയപ്പോ ഡാനിയുടെ പിതാവ് ഓടി വന്നു. ഏയ് ഡാനി എന്താ ഇത്? ആരാ നിന്നെ ഉപദ്രവിച്ചത്? അച്ഛാ എന്റെ കാര്യം വിട്ടേക്ക്, ജോയലിനെ നോക്ക്. ഡാനി പറഞ്ഞത് കേട്ടപ്പോ ഡാനിയുടെ പിതാവ് തിരിഞ്ഞു നോക്കുമ്പോൾ ആളുകൾ ജോയലിനെ താഴേക്ക് ഇറക്കി വെക്കുന്നതാണ് കണ്ടത്. ജോയലിനെ എടുത്ത് ഒരു കസേര കൊണ്ടിരുത്തിയതും ജോയലിന്റെ അടുത്തേക്ക് ഡാനിയുടെ പിതാവ് ഓടി വന്നു. ഏയ് ജോയൽ എന്താ പറ്റിയത്? മാസ്റ്റർ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തിരിക്കണം.
ഏയ് ജോയൽ, നീ എന്താ പറയുന്നത്? നമ്മള് നൈറ്റ്ഹുഡ് ടൂർണമെന്റ് പങ്കെടുക്കാൻ വന്നില്ലേ? നീ എന്തായി പറയുന്നത്? മാസ്റ്റർ, എനിക്ക് നൈറ്റ്ഹുഡ് ടൂർണമെന്റിൽ ഒന്നും പങ്കെടുക്കണ്ട, നമുക്ക് എത്ര പെട്ടെന്ന് ഗ്ലൻസ്റ്റഡിലേക്ക് മടങ്ങണം. ബെലാർമയും ഗ്ലൻസ്റ്റഡും തമ്മിൽ നടക്കുന്ന നൈറ്റ്ഹുഡ് ടൂർണമെന്റിൽ പങ്കെടുക്കാനായി ഗ്ലൻസ്റ്റഡിൽ നിന്ന് മിൽസ്ബർഗിൽ എത്തിയ സെന്റ് ഓർഡറിലെ ജോയൽ എന്ന ചെറുപ്പക്കാരൻ അവന്റെ മാസ്റ്ററോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ മൂൺ റെസ്റ്റോറന്റിൽ ജോർജിയും ബ്രിജിത്തും അമ്പരപ്പോട് കൂടി സ്കാർലറ്റിനോട് പറഞ്ഞു, മാഡം, അദ്ദേഹം അതിശക്തനാണല്ലോ. അതെ, ഹിസ് എ ജീനിയസ്. ഡസൻ റൈസ് ഒരു ജീനിയസ് ആണെന്നുള്ള കാര്യത്തിൽ സ്കാർലറ്റിന് സംശയമൊന്നുമില്ല. 10 കൊല്ലങ്ങൾക്ക് മുമ്പ് 15-ാം വയസ്സിൽ ഡസൻ ആ പ്രായത്തിലുള്ള മുഴുവൻ ആളുകളെയും തോൽപ്പിച്ച വ്യക്തിയാണ്. ഡസൻ ആയിരുന്നു ആ കാലഘട്ടത്തിൽ അവന്റെ പ്രായത്തിൽ നമ്പർ 1. ഡസന്റെ ആ നേട്ടം അന്ന് സ്കാർലറ്റിനെ ഒരുപാട് സന്തോഷിപ്പിച്ചതാണ്. ആ ഓർമ്മകൾ സ്കാർലറ്റിന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു നിമിഷമാണ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഉണ്ടായത്. ഡസന്റെ അടുത്തേക്ക് വന്ന സ്കാർലറ്റ് ഡസനോട് പറഞ്ഞു, ലോഗൻ ഇപ്പോഴും ലോഗൻ ജീനിയസ് തന്നെയാണ്. അത് കേട്ടതും ഡസൻ സ്കാർലറ്റിനോട് പറഞ്ഞു, കുട്ടി, നീ എന്നെ ഇങ്ങനെ ലോഗൻ എന്ന് വിളിക്കാതെ എന്നെ ഡസൻ എന്ന് വിളിക്ക്. ലോഗൻ എന്ന പേരിൽ ഡസനെ ആരും തൽക്കാലം വിളിക്കരുതെന്നാണ് ഡസന്റെ ആഗ്രഹം. ലോഗൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് വെസ്റ്റ് ലുക്കോസിയയിലെ കിരീട അവകാശിയായ ലോഗൻ റൈസിനെ ഓർമ്മ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡസ്റ്റൻ സ്കാർലറ്റിനോട് തന്നെ ഡസൻ എന്ന് വിളിക്കാൻ ആവശ്യപ്പെട്ടത്. സ്കാർലറ്റും ബ്രിജത്തും അതുപോലെ ജോർജിയും ഡസ്റ്റനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡസ്റ്റന്റെ ഫോൺ റിങ് ചെയ്തു. ഫോണിൽ സാക്ഷാൽ പോൾ ഹില്ലാണ്. ഫോൺ കണക്ട് ആയതും പോൾ ഹിൽ ഡസ്റ്റനോട് പറഞ്ഞു, ഡസൻ, എനിക്ക് നൽകിയ വാക്ക് മറന്നുപോയില്ലല്ലോ. സർ പോൾ, ഒരിക്കലുമില്ല, അങ്ങ് പറഞ്ഞോളൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഡസൻ, നാളെയാണ് രജിസ്ട്രേഷൻ ഡേറ്റ്. സർ, അങ്ങ് പറയുന്നത്? അതെ ഡസ്റ്റൻ, ഞാൻ പറഞ്ഞില്ലേ ബെലോർമ മേഖലയും ഗ്ലൻസ്റ്റഡ് മേഖലയും തമ്മിൽ 3 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഫൈറ്റിനെ കുറിച്ച്. ഇപ്രാവശ്യത്തെ ആ ഫൈറ്റിലെ ടീമിനെ തിരഞ്ഞെടുക്കുന്നത് നാളെയാണ്. ഡസ്റ്റിനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നതെങ്കിലും അത് ഔദ്യോഗികമായി പ്രൂവ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. നാളെ ഡസൻ ആ രജിസ്ട്രേഷനിൽ പങ്കെടുക്കണം. അവിടെ ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവും. സർ, ഉറപ്പായിട്ട് ഞാൻ പങ്കെടുക്കാം. ആ ഡസൻ സഹായിക്കാനായി പാട്രിക് കൂടെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞിട്ട് പോള് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തതും ഡസൻ സ്കാർലറ്റിനോട് പറഞ്ഞു, കുട്ടി, നാളെ ഞാനില്ല, എനിക്കൊരു പരിപാടിയുണ്ട്. ഡസൻ, എന്ത് പരിപാടിയാ ഉള്ള? സ്കാർലറ്റ്, എനിക്ക് ഒരു രജിസ്ട്രേഷൻ പങ്കെടുക്കണം, ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷന്റെ ഭാഗമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ ആ നൈറ്റ്ഹുഡ് ടൂർണമെന്റിനെ കുറിച്ച് സ്കാർലറ്റിനോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്കാർലറ്റ് ഡസനോട് പറഞ്ഞു, ഓക്കെ, ഞാൻ കൂടെ വരാം. അങ്ങനെ പിറ്റേ ദിവസമായി സ്കാർലറ്റും ജോർജിയും ബ്രിജിത്തും ഡസ്റ്റനും കൂടി റെഡിയായി നിൽക്കുമ്പോൾ പാട്രിക് എത്തി. പാട്രിക് ഒരു കാറിലും ബാക്കി 4 പേർ അടുത്ത കാറിലുമായി രജിസ്ട്രേഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. ബെലാർമോ മേഖലയിൽ നിന്ന് 5 ആളുകളാണ് ഗ്ലൻസ്റ്റഡുമായി നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനായി സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 5ാമൻ ടെറി ഡോയലാണ്. ടെറി ഡോയൽ പരിക്ക് പറ്റി മത്സരത്തിൽ നിന്ന് പുറത്തായതുകൊണ്ട് പുതിയ ഒരാളെ തിരഞ്ഞെടുക്കാൻ ബെലാർമയിലെ മാർഷൽ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. പോൾ ഹില്ല് ഡസ്നെയാണ് ആ സ്ഥാനത്തേക്ക് കാണുന്നത്. പക്ഷേ ഒരു ഓപ്പൺ മത്സരത്തിലൂടെ മാത്രമേ ആ സ്ഥാനം പക്ഷേ ഡസ്റ്റിന് പിടിച്ചെടുക്കാൻ പറ്റൂ. ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ബെലാർമ മേഖലയിലെ മാർഷൽ സ്കൂളുകളിൽ നിന്ന് ഒരുപാട് ഫൈറ്റേഴ്സ് സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിരിക്കുന്ന ഫൈറ്റേഴ്സിൽ നിന്ന് ഏറ്റവും അനുയോജ്യനായ വ്യക്തിയാണ് ബെലാർമ മാർഷൽ അസോസിയേഷൻ അവരുടെ അസോസിയേഷൻ റെപ്രസെന്റേറ്റ് ചെയ്യാനായി തിരഞ്ഞെടുക്കേണ്ടത്. ആ തിരഞ്ഞെടുപ്പ് നടത്താനായി അവരൊരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ കൗണ്ടറിലെത്തി പേരെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം പാട്രിക് ഡസ്റ്റിനൊപ്പമുള്ള ടീമിനെയും കൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. ശരിക്കും ചെറുപ്പക്കാര് അവിടെ എത്തിയിട്ടുണ്ട്. സുന്ദരികളും സുന്ദരന്മാരും ഇഷ്ടംപോലെ ഉണ്ട്. പലരും അവരുടെ മാർഷൽ സ്കൂളിന്റെ പേര് അവിടെ ഉറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലുമാണ്. അതുകൊണ്ട് തന്നെ ലേശം റഫായിട്ടുള്ള പെരുമാറ്റമൊക്കെ പലരുടെ ഭാഗത്തുനിന്നുണ്ട്. ആ ശ്രമത്തിന്റെ ഭാഗമായി ഒരാൾ പെട്ടെന്ന് ഡസ്റ്റിനെ പുറത്തു കയറി ഒന്ന് മുട്ടി. ഡസ്റ്റിനെ പുറത്തു കയറി അയാൾ മുട്ടിയപ്പോ ഡസ്റ്റിൻ അയാളെ ഒന്ന് മാറ്റി. പതുക്കെ അതൊരു സംഘടനമായി മാറുകയാണ്. മനഃപൂർവ്വം ഡസ്റ്റിൻ അയാളുടെ പുറത്ത് മുട്ടിയതാണെന്ന് പറഞ്ഞ് അവൻ ഡസ്റ്റിനെതിരെ ഒന്ന് ചൂടായി. നിങ്ങളല്ലേ എന്റെ പുറത്തിടിച്ചത്? ഡസ്റ്റിൻ വളരെ താഴ്മയോട് കൂടി അയാളുടെ ചോദിച്ചപ്പോ അയാൾ ശരിക്കും ദേഷ്യത്തിൽ ഡസ്റ്റിനോട് പറഞ്ഞു, ഹലോ, ഞാൻ ആരെന്ന് കരുതിയിട്ടാ എന്നോട് സംസാരിക്കുന്ന അറിയാമോ? നിങ്ങൾ ആരായാലും എന്താ? നിങ്ങൾ വന്ന് എന്റെ പുറത്തിടിച്ചിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നു. ഹലോ, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന ശൈലിയിലാണല്ലോ പിന്നെ സംസാരിക്കുന്നത്. നിങ്ങൾ എന്റെ പുറത്തു നിന്ന് ഇടിച്ചിട്ട് എന്നോട് എങ്ങനെ സംസാരിക്കുന്നു? അങ്ങനെ ആ ചെറുപ്പക്കാരൻ സംസാരിച്ചപ്പോ 4-5 ആളുകൾ കൂടി അയാളുടെ കൂടെ കൂടിയിരിക്കുകയാണ്. ആ കൂടിയ ആളുകളുടെ കൂട്ടത്തിലെ പെൺകുട്ടി ഡസ്റ്റിനോട് പറഞ്ഞു, ഈ ഡെവൻ ആരെന്നറിയാവോ? ഡെവനാണ് ബെലാർമ മേഖലയെ പ്രതിനിധീകരിക്കാൻ പോകുന്നത്. ആ ഡെവന്റെ പുറത്ത് ഇടിച്ചിട്ട് മാപ്പ് പറയാതെ ഇവിടുന്ന് പോകാൻ പോവുകയാണോ? ഡെവൻ എന്ന് വിളിക്കപ്പെടുന്ന ആ ആള്
ബലാർമ മേഖലയിൽ ഒഴിവന്നിരിക്കുന്ന സീറ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളാണെന്ന ശൈലിയിലാണ് ആ പെൺകുട്ടി പറയുന്നത്. ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞപ്പോ ഡസൻ ആ പെൺകുട്ടിയും ആ കൂടെയുള്ള ചെറുപ്പക്കാരെ ഒന്ന് നോക്കിയിട്ട് ഒന്നും മിണ്ടാതെ മുന്നോട്ട് അടക്കുകയാണ്. ഡസന്റെ കൂടെ സ്കാർലറ്റും ഉണ്ട്, തൊട്ട് പുറകെ ബ്രിജിത്തും അതുപോലെ ജോർജി. അവർക്ക് പുറകിലാണ് പാട്രിക് ഉള്ളത്. തങ്ങൾ ചൂടായിട്ടും ആ ചെറുപ്പക്കാരൻ മൈൻഡ് ചെയ്യാതെ പോകുന്ന കണ്ടതും ജിയന എന്ന പേരുള്ള ആ പെൺകുട്ടി ഡെവനോട് പറഞ്ഞു, ഡെവൻ അവനെന്താ നമ്മളെ മൈൻഡ് ചെയ്യാത്തത്, അവനെ അങ്ങനെ വെറുതെ വിടരുത്. ഗിയന അത് പറഞ്ഞതും ഡെവൻ പെട്ടെന്ന് ഡസ് അടുത്തേക്ക് ഓടി വന്നു. ഡായ് നില്ലവിടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡെവൻ ഡസിന് നേരെ ഒന്ന് ചലിച്ചതും പെട്ടെന്നൊരു പ്രകാശം ഡെവന്റെ നേരെ വരികയാണ്. എന്താണ് പ്രകാശമെന്ന് ഡെവൻ ആലോചിക്കുമ്പോൾ ഒരു വാളിന്റെ മുന ഡെവന്റെ കഴുത്തിലിരിക്കുകയാണ്. ആ വാൾമുന ഒന്ന് അനങ്ങിയാൽ ഡെവന്റെ കഴുത്ത് താഴെ വീഴും. ആ വാളിന്റെ അറ്റത്ത് സാക്ഷാൽ സ്കാർലറ്റ് സ്പാനറാണ്. ഡെവന്റെ കഴുത്തിലേക്ക് വാൾ ചൂണ്ടിരിക്കുന്ന ആ ലേഡിയുടെ, ആ സുന്ദരിയുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി ചിതറുന്നത് ഡെവന്റെയും കൂടെ വന്ന ആ ആളുകളുടെയും ശ്രദ്ധയപ്പെട്ടു. ശരിക്കും ആ ടീം ഒന്ന് ഞെട്ടപ്പോ സ്കാർലറ്റ് അവനോട് പറഞ്ഞു, നോക്ക്, ഡസ്റ്റിനോട് മോശമായി പെരുമാറിയാൽ ഈ വാള് ഞാനൊന്നും വലിക്കും, അവിടെ നീ അവസാനിക്കും. ഡെവൻ അതിശക്തനായ ഒരു ഫൈറ്ററാണ്. അവന്റെ കഴുത്തിലേക്ക് അങ്ങനെ വാള് ചൂണ്ടി ഒരു സുന്ദരി അങ്ങനെ ഭയപ്പെടുത്തിയത് അവനങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ആ സുന്ദരിയുടെ കണ്ണുകൾ ലേശം കുഴപ്പം പിടിച്ചതാണ്. അവളുടെ ആ നോട്ടം ഏതാണ്ട് തുളഞ്ഞു കയറും പോലെയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഡെവൻ ഒന്ന് പരിങ്ങിയപ്പോ ഡസൻ സ്കാർലറ്റിനോട് പറഞ്ഞു, കിഡ് അവനെ വിട്ടേക്ക്. സ്കാർലറ്റിന്റെ വാള് ശരിക്കും മൂവ് ചെയ്യിക്കാൻ പോവുകയാണെന്ന് ഡസന് തോന്നിയ ആ നിമിഷത്തിലാണ് ഡസൻ അത് പറഞ്ഞത്. ശരിക്കും സ്കാർലറ്റ് ആ വാള് മൂവ് ചെയ്യിക്കാൻ പോവുകയായിരുന്നു. ഡസൻ പറഞ്ഞത് കേട്ടതും സ്കാർലറ്റ് വാളങ്ങെടുത്തു. ഈ നിമിഷത്തിൽ ഡെവനൊപ്പമുള്ള ആ 4 സംഘം ഏതാണ്ട് സ്തംഭിച്ചങ്ങനെ നിൽക്കുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രംഗത്തിനാണ് അവര് സാക്ഷിയായിരിക്കുന്നത്. ആ സ്തംഭിച്ചു നിൽക്കുന്ന ആ ടീമിനെ കടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഡസൻ സ്കാർലറ്റിനോട് പറഞ്ഞു, ഏയ് സ്കാർലറ്റ്, ഇവിടെ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നമ്മള് ഡിസ്ക്വാളിഫൈ ചെയ്യും, അതുകൊണ്ട് ശ്രദ്ധിക്കണം. കോമ്പറ്റീഷന് വന്നിരിക്കുന്ന ആളുകൾ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായാൽ അത് ഡിസ്ക്വാളിഫിക്കേഷന്റെ ഭാഗമാകുമെന്ന് ഡസന് അറിയാം. ഡസൻ ഈ ഫൈറ്റിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നതും സമ്മതിച്ചതും ചെറൂസിയ എന്ന ചെടിക്ക് വേണ്ടിയാണ്. അതുകൂടി കിട്ടിയാൽ ഗ്രിഗറി ജോൺസിന് വേണ്ടിയുള്ള മരുന്നുണ്ടാക്കാൻ ഡസന് പറ്റും. ആ മരുന്നുണ്ടാക്കാനായി കഴിഞ്ഞ 10 വർഷമായി ശ്രമിക്കുന്ന വ്യക്തിയാണ് ഡസൻ റൈസ്. ഡസൻ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന മരുന്നിന് 10 ചേരുവകളാണ് ഉള്ളത്. അതിൽ 9 ചേരുവകളും ഡസൻ സംഘടിപ്പിച്ചു കഴിഞ്ഞു. 10ാമത്താണ് ചെറൂസിയ. അതിനുവേണ്ടിയാണ് ഡസൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സ്കാർലറ്റ് എന്തെങ്കിലും ചെയ്താൽ ആ സാധ്യതയാണ് ഇല്ലാതാകുന്നത്. ഡസൻ പറഞ്ഞത് കേട്ടപ്പോൾ വളരെ ശാന്തയായി ആ വാള് ഉറയിലിട്ടതിനു ശേഷം ഡസനൊപ്പം സ്കാർലറ്റ് നടക്കുകയാണ്. തൊട്ടു പുറകെ ബ്രിജിത്തും ജോർജിയുമുണ്ട്. അവർ നടന്നെത്തുമ്പോൾ അവിടെ ഒരു മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു പഞ്ചിങ് സംഭവമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അവിടെ കാണുന്ന ഒരു മെഷീനിലുള്ള ഒരു മെത്തയിലേക്ക് ഒന്ന് ഇടിക്കണം. ആ മെഷീനിൽ ഒരു മെത്ത ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ആ മെത്തയിൽ നമ്മളിങ്ങനെ ഇടിക്കുമ്പോൾ ആ ഇടിയുടെ പവർ അവിടെ ഉള്ളൊരു മീറ്ററിൽ തെളിഞ്ഞു കാണും. ആ മെഷീന്റെ അടുത്തായി സംഘാടകർ നിൽപ്പുണ്ടോ. രജിസ്ട്രേഷൻ ടിക്കറ്റുമായി വരുന്ന ആളുകളെ സംഘാടകർ ആ മെഷീന്റെ അടുത്തേക്ക് കയറ്റുന്നുണ്ട്. അവരെ കൊണ്ട് ഇടിപ്പിച്ച് നോക്കുന്നുണ്ട്. 5 റൗണ്ട് മത്സരമാണ് സെലക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഒരു റൗണ്ടാണ് ഈ ഇടി എന്ന് പറയുന്നത്. ഡസൻ റൈസൻ ടീമും അവിടെ എത്തുമ്പോൾ ചില ആളുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആളുകൾ 500 പോയിന്റ്, 400 പോയിന്റ്, 200 പോയിന്റ് എന്നൊക്കെ പറഞ്ഞ് ഇടിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ഡെവനും ടീമും അവിടെ എത്തിയത്. ഡെവനും ടീമും അവിടെ എത്തിയതും ജിയാനി ഡെവനോട് പറഞ്ഞു, ഞാനൊന്ന് മത്സരിക്കാം. ജിയാനി ആ മെഷീൻ അടുത്തേക്ക് വന്നു. അവളുടെ രജിസ്ട്രേഷൻ നമ്പർ കാണിച്ചതും അവളെ ആ മെഷീനിലേക്ക് കയറ്റി. മെഷീനിലേക്ക് കയറിയ ജിയാനി അതിശക്തമായി ഒരൊറ്റ ഇടി അവിടെ നിൽക്കുന്ന ആളുകൾ മുഴുവൻ അമ്പരപ്പിച്ചുകൊണ്ട് ആ മീറ്റർ സൂചി പെട്ടെന്ന് 1100 വന്നു. ശരിക്കും 1100 എഴുതി കാണിച്ചപ്പോൾ ആ കാഴ്ച ജിയാനിയും ശരിക്കും സന്തോഷിച്ചു. ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ജിയാനി ജോർജിയെയും അതുപോലെ ബ്രിജിത്തിനെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നോക്ക്, ഇതുപോലെ പവർ ഉണ്ടെങ്കിലേ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റൂ. അത് കേട്ടതും ജോർജിയ പറഞ്ഞു, ഇതൊക്കെ എന്ത്? ജോർജിയ വിചാരിച്ചാലും അതിനേക്കാളും ശക്തമായി ഇടിക്കാൻ പറ്റുമെന്നാണ് ജോർജിയയുടെ ആ വാക്കുകൾ പറയുന്നത്. ജോർജിയ ജിയാനിക്ക് അത്ര വില കൊടുക്കുന്നില്ല. പെട്ടെന്നാണ് ജിയാനിക്കൊപ്പമുള്ള ഡെസ്മണ്ട് ജിയാനിയുടെ അടുത്തേക്ക് വന്നത്. അയാൾ ജോർജിയോട് പറഞ്ഞു, നിങ്ങൾ ആരും മത്സരിക്കുന്നില്ലേ? ഞങ്ങൾ മത്സരിക്കുന്നില്ല, ഡസ്റ്റ് മത്സരിക്കുന്നുണ്ട്. ഓ, അവൻ ഇതുകൊണ്ട് പേടിച്ച് നിൽക്കായിരിക്കും. ജിയാനിയുടെ മറുപടി കേട്ടതും സ്കാർലറ്റ് ഡസ്റ്റിനെ ഒന്ന് നോക്കി. ഡസ്റ്റൻ ഒന്നും മിണ്ടാതെ ആ മിഷൻ അടുത്തേക്ക് വന്നു. മിഷൻ അടുത്തേക്ക് വന്ന് ഡസ്റ്റിന്റെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ രേഖപ്പെടുത്തി കഴിഞ്ഞതും
ഡസൻ മെഷീനിലേക്ക് കയറി. ഡസൻ കൂളായിട്ട് ആ മെഷീനിൽ ഒരൊറ്റ ഇടി. ജിയാനിയുടെയും കൂടെയുള്ളവരുടെയും കണ്ണ് തള്ളിപ്പോകുന്ന ഒരു നമ്പറാണ് പെട്ടെന്ന് അവിടെ എഴുതി കാണിച്ചത്. 10142. അതുവരെ അവിടെ ഉണ്ടായിരുന്ന സകല റെക്കോർഡുകളും ബ്രേക്ക് ആയിരിക്കുകയാണ്. ജോർജിയ ജിയാനോട് പറഞ്ഞു, നോക്ക്, നിന്റെ പവറിനേക്കാൾ 10 മടങ്ങുണ്ട്. ഇപ്പോ തൊഴിൽ സമ്മതിച്ച. ഈ സമയം വരെ നിശബ്ദരായിരുന്ന ഡെവൻ പെട്ടെന്ന് ആ മെഷീൻ അടുത്തേക്ക് നീങ്ങി. അവന്റെ നമ്പർ കൊടുത്തതിന് ശേഷം അവൻ മെഷീനിലേക്ക് കയറി ഒരൊറ്റ ഇടി. അവിടെ പെട്ടെന്നൊരു പുതിയ നമ്പർ എഴുതി കാണിക്കുകയാണ്. 13450. 13450 എഴുതി കാണിച്ചതും ശരിക്കും ഒരു സന്തോഷം ജിയാനിക്കും അവൾക്കൊപ്പമുള്ള ഡെസ്മണ്ടിനും എഡ്മണ്ടിനും ഒക്കെ ഉണ്ടായി. അവരുടെ നേതാവെന്ന് വിളിക്കാൻ കഴിയുന്ന ആളാണ് ഡെവൻ. ഡെവൻ ശരിക്കും അമ്പരപ്പിക്കുന്ന ശൈലിയിലാണ് ആ പഞ്ച് നടത്തിയിരിക്കുന്നത്. ജിയാനി ജോർജിയോട് പറഞ്ഞു, കണ്ട, നിന്റെ 10,000 അല്ല 13,000. ആ ടീം ഒന്നടങ്ങ് ഡിവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഡിവൻ പിന്നെയും കൈ ഒരൊറ്റ ഇടി. വീണ്ടും ആ മെഷീനിൽ അടുത്ത നമ്പർ വന്നു. ഇപ്പോ അവിടെ എഴുതി കാണിച്ചത് 14,000 സ്വന്തം റെക്കോർഡ് വീണ്ടും ഡിവൻ ഇതാ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. ഡെവൻ, ആ കുട്ടികൾക്ക് ശരിക്കും ആഹ്ലാദം വരികയാണ്. ജിയാനിയും എഡ്മണ്ടും ഡെസ്മണ്ടും ഒക്കെ ഡിവനെ അടിച്ച് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഡിവൻ മൂന്നാമത്തെ ഇടി പിടിച്ചു. ഒരാൾക്ക് 3 ചാൻസാ ഉള്ളത്. മൂന്നാമത്തെ ഇടിയിൽ ആ മെഷീനിൽ കാണിച്ച നമ്പർ 15,600. ശരിക്കും ഒരു റെക്കോർഡ് ബ്രേക്കിംഗ് ആണ് അവിടെ ഡിവൻ നടത്തിയിരിക്കുന്നത്. സംഘാടകർ അത്ഭുതത്തോടുകൂടി ഡെവനോട് പറഞ്ഞു, ഡിവൻ, ഇവിടത്തെ ഇന്നത്തെ ഏറ്റവും വലിയ റെക്കോർഡാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കേട്ടതും ജിയാനിക്കും കൂടെ ഉള്ളവർക്കും ഭയങ്കര സന്തോഷം. അവൾ ജോർജ് നോക്കി ജോർജിയോട് പറഞ്ഞു, നോക്ക്, 15,600 ബ്രേക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ബ്രേക്ക് ചെയ്യും. ജോർജി ഏതാണ്ട് വെല്ലുവിളിക്കും പോലെയാണ് ജിയാനി അങ്ങനെ പറഞ്ഞത്. ജോർജിയയ്ക്കും ബ്രിജിത്തിനും ആ ജിയാനിയുടെ ആ ഡയലോഗ് അവിടെ ഇഷ്ടപ്പെട്ടില്ല. അവർ ഡെസ്റ്റിനെ നോക്കുമ്പോൾ ഡെസ്റ്റിൻ മെഷീന് നേരെ നടന്നു. ഡെസ്റ്റിൻ ഒരു തവണയെ പഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇനി 2 പഞ്ച് കൂടി ഡെസ്റ്റിന് ബാലൻസ് ഉണ്ട്. ഡെസ്റ്റിൻ മെഷീനിലോട്ട് കയറിയിട്ട് ഒരൊറ്റ ഇടി. ആ ഇടി ആ മെഷീനിൽ പതിച്ച നിമിഷത്തിൽ ശരിക്കും ഒരു വലിയ ശബ്ദം കൂടെ കേൾക്കുകയാണ്. ഭീകരമായ ശബ്ദം എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ ശബ്ദം. മെഷീനിലെ റീഡിംഗ് നോക്കിക്കൊണ്ടിരുന്ന ഔദ്യോഗിക ടീം അംഗങ്ങളും ഡിവനൊപ്പമുള്ള ആളുകളും ആ മെഷീനിൽ മാറുന്ന അക്കങ്ങൾ കണ്ട് ശരിക്കും വാ പൊളിച്ച് നിൽക്കുകയാണ്. ആ മെഷീനിലെ അക്കം 0 തുടങ്ങി കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ 1000, 5000, 10,000, 15,000, 20,000, 30, 40, 50,000, 75,000, 1,00,000. പെട്ടെന്നാണ് സെക്കൻഡുകൾ കൊണ്ട് അത് 1,00,000-ലേക്ക് അടിച്ചു കയറുകയാണ്. ഈ സമയത്ത് മെഷീൻ ഒന്ന് ആകാശത്തേക്ക് പൊങ്ങി താഴോട്ട് വീഴുകയും ചെയ്തു. അമ്പരപ്പിക്കുന്ന ഒരു രംഗത്തിനാണ് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ കാണികളും സാക്ഷികളായത്. ഡിവനൊപ്പമുള്ള ആളുകളും ശ്വാസം നിലച്ചതുപോലെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രംഗത്തിനാണ് അവർ സാക്ഷിയായത്. ഒറ്റ ഇടിക്ക് 1,00,000 എന്ന ആ മാർക്കിൽ എത്തിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ഡിവനും എഡ്മണ്ടും ഡെസ്മണ്ടും ജേനിയൊക്കെ മാറി തിരിഞ്ഞും ആ നമ്പറിലേക്കും മെഷീൻ ഇറങ്ങി വരുന്ന ഡെസ്റ്റിനിലേക്ക് നോക്കുമ്പോൾ അവർക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ കണ്ട കാഴ്ച സത്യമാണെന്ന്. പെട്ടെന്ന് ജിയാനി ഡെവനോട് പറഞ്ഞു, ഡെവൻ, ആ ഡസ്റ്റിൻ ഫിസിക്കൽ എനർജി മാത്രമല്ല ഇന്റേണൽ എനർജി ഉപയോഗിക്കുകയാണ്. ശരീരത്തിന്റെ സ്ട്രെങ്ത് അളക്കുന്ന ആ മത്സരത്തിൽ നമ്മുടെ ബോഡി പവർ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇന്റേണൽ എനർജി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന അഡീഷണൽ ഊർജം പുറത്തുള്ള എക്സ്റ്റേണൽ എനർജിയെ ശരീരത്തിന്റെ ഭാഗമായി യൂസ് ചെയ്യുന്നതാണ്. അതായത് വായുവിനെയോ അല്ലെങ്കിൽ മറ്റു വസ്തുക്കളെയോ വലിച്ചെടുത്ത് അതും കൂടി പവറാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. ഡസൻ റൈസ് ഇന്റേണൽ എനർജി ഉപയോഗിച്ച് ആ മെഷീനകത്തുണ്ടായിരുന്ന വായുവിനെ പഞ്ചിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് മെഷീൻ റീഡിംഗ് 1,00,000-ലേക്ക് വന്നത്. ജിയാനി അവളുടെ തിയറി ടീമംഗങ്ങളുടെ അടുത്ത് അറിയിക്കുകയാണ്. അത് കേട്ടപ്പോ അവർ ഡസ്റ്റിന് നേരെ തിരിഞ്ഞ് ഡസ്റ്റിനോട് പറഞ്ഞു, എടാ ചതിയ, നീ ഇന്റേണൽ എനർജി ഉപയോഗിച്ചല്ലേ സാർ, ഇവനെ ഡിസ്ക്വാളിഫൈ ചെയ്യണം, ഇവ ഇന്റേണൽ എനർജി ഉപയോഗിച്ചിരിക്കുന്നത്. ഡിവനും ടീമംഗങ്ങളും സംഘാടകരോട് അങ്ങനെ പറഞ്ഞപ്പോ സംഘാടകർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ്. അവരുടെ മെഷീൻ ആ ഒറ്റയിടിക്ക് കേടായിരിക്കുകയാണ്. ഇന്റേണൽ എനർജിയാണോ ഉപയോഗിച്ചെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ല. പക്ഷെ നേരത്തെ ഡസ്റ്റിൻ 10,000 എന്ന റൗണ്ട് കടന്നിരിക്കുന്നത് കൊണ്ട് ഡസ്റ്റിനെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് ക്വാളിഫൈ ചെയ്യാതിരിക്കാനും പറ്റില്ല. എന്തായാലും ഡസ്റ്റിൻ ക്വാളിഫൈഡ് ആയി, ഡിവനും ക്വാളിഫൈഡ് ആണ്. 1000 എന്ന സ്കോർ കഴിഞ്ഞ എല്ലാ ആളുകളും ക്വാളിഫൈഡ് ആകുമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കുറെ ആളുകൾ ക്വാളിഫൈഡ് ആയിട്ട് രണ്ടാമത്തെ റൗണ്ട് രസകരമായ ഒരു റൗണ്ടാണ്. ആ റൗണ്ട് ഒരു 100 മീറ്റർ ഓട്ടമാണ്. 100 മീറ്റർ ഓട്ടമാണെങ്കിലും അതൊരു രസകരമായ ഓട്ടമാണ്. ഓരോ 5 മീറ്റർ ഇടവട്ടം ഒരു ഹഡിലുണ്ട്. ആ ഹഡില് യഥാർത്ഥത്തിൽ ഒരു മതിലാണ്. 4 അടിയിലധികം പൊക്കമുള്ള 18 മതിലുകളാണ്
ആ 100 മീറ്ററിനകത്ത് ഒരുക്കിയിരിക്കുന്നത്. സംഘാടകർ മത്സരത്തിനെത്തിയ ആളുകളോട് പറഞ്ഞു, ഈ മതിലുകൾ ചിലതൊക്കെ ഒറിജിനലാണ്, ചിലതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സാർ, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞത്? കണ്ടാൽ മതിലാണെന്നേ തോന്നൂ, തൊട്ടാ പക്ഷെ വീണുപോകും. നിങ്ങൾ മതിൽ കയറി ഇറങ്ങുമ്പോൾ താഴെ വീണുപോയാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും. ശരിക്കും രസകരമായ ഒരു ഉത്തരമാണ് ആ സംഘാടകൻ പറഞ്ഞത്. പിന്നെ മതിലുകൾക്കിടയിൽ അപ്രതീക്ഷിതമായി ചില സംഭവങ്ങൾ ഉണ്ടാവും, അതും നിങ്ങൾ ഫേസ് ചെയ്യണം. സംഘാടകർ ആ മത്സരത്തിന്റെ നിയമവലികൾ പറഞ്ഞപ്പോ ആദ്യം മത്സരിക്കാൻ ഇറങ്ങിയത് ജിയാനിയാണ്. ജിയാനി നേരത്തെ 1000-ലധികം പോയിന്റ് സ്കോർ ചെയ്തിരിക്കുന്നതുകൊണ്ട് അവൾ ഈ റൗണ്ടിലേക്ക് ക്വാളിഫൈഡ് ആണ്. ജിയാനി വളരെ ശ്രദ്ധിച്ച് ആദ്യത്തെ മതിലിനടുത്തെത്തി. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 5 മീറ്റർ കഴിഞ്ഞാണ് മതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവള് ആ മതിലിനടുത്തെത്തി. പെട്ടെന്ന് അവള് ജമ്പ് ചെയ്ത് ആ മതിലിന് മുകളിൽ കയറി. മതിലിന്റെ മുകളിൽ കയറിയ ജിയാനി താഴേക്ക് ചാടി രണ്ടാമത്തെ മതിൽ നേരെ ഓടി തുടങ്ങി. രണ്ടാമത്തെ മതിലിന് നേരെ ജിയാനി ഓടുന്ന ആ നിമിഷത്തിൽ പെട്ടെന്നാണ് അവളുടെ പുറത്ത് ഒരു അമ്പ് ഒന്ന് തറച്ചത്. ആ അമ്പിന്റെ മുന മാറ്റിയിരിക്കുന്നത് കൊണ്ട് അമ്പേറ്റ് അവൾ താഴെ വീഴുമ്പോഴും അവൾക്ക് പരിക്കൊന്നുമില്ല. താഴെ അവൾ വീണതും പെട്ടെന്ന് ഒരു റെഡ് ലൈറ്റ് കത്തുകയും ഒരു ശബ്ദം കേൾക്കുകയും ചെയ്തു. ജിയാനി ഔട്ടായിരിക്കും. ഒരു മതിലിൽ നിന്ന് അടുത്ത മതിലിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ പുറത്ത് അമ്പുകൾ വന്ന് തറയ്ക്കും. ആ അമ്പുകൾ തറയ്ക്കാതെ വേണം നമ്മൾ അവിടെ കടക്കേണ്ടത്. ആ അമ്പുകൾ തറയ്ക്കാതിരിക്കണമെങ്കിൽ വളരെ വളരെ ശ്രദ്ധ വേണം. ജിയാനയെ പരാജയപ്പെട്ട് കഴിഞ്ഞതും ആ റൗണ്ടിൽ നേരത്തെ വിജയിച്ച പലരും മത്സരത്തിന് തയ്യാറെടുത്തു. ചിലരൊക്കെ രണ്ടാമത്തെ മതിലിൽ കടന്നു. 2 മതിലുകൾ വിജയകരമായി കടന്ന ചിലർ 3ാമത്തെ മതിൽ കയറാൻ പോയപ്പോഴാണ് ആളുകളെ മുഴുവൻ ചിരിപ്പിച്ച രംഗമുണ്ടായത്. ആ മതിലിന്റെ മുകളിലേക്ക് അവർ കയറിയതും പെട്ടെന്ന് മതിലിടിഞ്ഞ് താഴെ വീഴുകയാണ്. മതിലിടിഞ്ഞ് താഴെ വീണതും പെട്ടെന്ന് റെഡ് ലൈറ്റ് കത്തി അയാൾ ഔട്ടായി. മതിലിടിഞ്ഞ് വീണ് കഴിഞ്ഞ ആ മത്സരം കഴിഞ്ഞതും ഒരു കർട്ടൻ പെട്ടെന്ന് അവിടെ മുന്നിലേക്ക് വന്നു. ആ കർട്ടൻ വന്നു കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കർട്ടൻ ഉയരുന്നത്. ഈ സമയത്ത് വീണ്ടും മതിലുകൾ പഴയതുപോലെയുണ്ട്. നേരത്തെ ആദ്യത്തെ 2 മതിലും ഒറിജിനൽ മതിലായിരുന്നു, 3ാമത്തെ മതിലായിരുന്നു ഡ്യൂപ്ലിക്കേറ്റ്. ആ ധാരണയിൽ അടുത്ത മത്സരാർത്ഥി മത്സരത്തിലേക്ക് ഇറങ്ങി. അയാൾ 1ാമത്തെ മതിലിൽ പിടിച്ച് ചാടാൻ ശ്രമിച്ചതും ആ മതിലിടിഞ്ഞ് താഴെ വീണത് ഒരേ നിമിഷത്തിലാണ്. ഉടൻ തന്നെ വീണ്ടും റെഡ് ലൈറ്റ് കത്തി ആ ശബ്ദം ഉയർന്നു. അയാൾ ഡിസ്ക്വാളിഫൈഡ് ആയി. പെട്ടെന്ന് തന്നെ കർട്ടൻ വീഴുകയാണ്. കർട്ടൻ വീണപ്പോ സംഘാടകർ മത്സരാർത്ഥികളോട് പറഞ്ഞു, ഓരോ നിമിഷത്തിലും ഡ്യൂപ്ലിക്കേറ്റ് മതിലുകളുടെ ക്രമം മാറിക്കൊണ്ടിരിക്കും. ശരിക്കും അപ്പോഴാണ് സംഘാടകർ മതിലുകൾ കൊണ്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ധാരണ മത്സരാർത്ഥികൾക്ക് കിട്ടുന്നത്. ഏത് മതിലുകളാണ് ഡ്യൂപ്ലിക്കേറ്റ്, ഏത് മതിലുകളാണ് ഒറിജിനൽ എന്ന് ഒരാൾക്കും അറിയാൻ പറ്റുന്ന സാഹചര്യമാണ്. മത്സരം അങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ്. പതുക്കെ പതുക്കെ ഓരോരുത്തരെ ഔട്ടായി. എഡ്മണ്ട് ആണ് ഇപ്പോ മത്സരിക്കുന്നത്. എഡ്മണ്ട് വളരെ ശ്രദ്ധിച്ച് ഓരോ മതിലുകളായി കടക്കുകയാണ്. ശരിക്കും ശ്രദ്ധാപൂർവം മതിലുകളെ നോട്ട് ചെയ്താൽ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒറിജിനൽ മതിലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നോട്ട് ചെയ്യുന്നിടത്താണ് മിടുക്കിരിക്കുന്നത്. എഡ്മണ്ട് ഒരു മതിൽ കയറി അടുത്ത മതിലേക്ക് കടക്കുമ്പോൾ അയാൾ ആക്രമിക്കുന്ന അമ്പുകൾക്കിടയിൽ നിന്ന് വളരെ ശ്രദ്ധാപൂർവമാണ് ഒഴിയുന്നത്. ശരിക്കും ഒരു നർത്തകന്റെ ബാലൻസ് എഡ്മണ്ടിന് ഉണ്ടെന്ന് ഒഴിയുന്ന എഡ്മണ്ടിനെ വലിയ സ്ക്രീനിലൂടെ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്നു. അവിടെ കൂറ്റൻ സ്ക്രീനുകൾ നിറച്ചിരിക്കുന്നത് കൊണ്ട് ആ സ്ക്രീനുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ മതിലുകൾക്കിടയിൽ നടക്കുന്ന സംഭവം ആളുകൾ കാണുന്നത്. അമ്പുകൾ പാഞ്ഞു വരുമ്പോ ഒഴിഞ്ഞും കുനിഞ്ഞുമൊക്കെ എഡ്മണ്ട് ശരിക്കും ഒരു അഭ്യാസി പോലെയാണ് ആ അമ്പുകളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അമ്പുകൾ യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ നിയന്ത്രിത യന്ത്രം വഴിയാണ് വരുന്നത്. 2 മതിലുകളുടെയും ഇടയിൽ 2 ഭാഗത്തായി കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്. ആ കമ്പ്യൂട്ടർ നിയന്ത്രിത വില്ലുകളിൽ നിന്നാണ് അമ്പുകൾ പാഞ്ഞു വരുന്നത്. ആ അമ്പുകളുടെ വേഗത, അവയുടെ ദിശ, ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ ആ അമ്പുകളുടെ ആക്രമണത്തിൽ നിന്ന് ആളുകൾക്ക് കടന്നു പോകാൻ പറ്റൂ. ശരിക്കും അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ അമ്പുകൾ പാഞ്ഞു വരുമ്പോൾ എഡ്മണ്ടിന്റെ ആ ഒഴിച്ചിൽ കാണികളെ ശരിക്കും ആവേശഭരിതരാക്കുകയാണ്. ഇതിനിടയിലാണ് ഡ്യൂപ്ലിക്കേറ്റ് മതിൽ എന്നുള്ള പ്രശ്നം വരുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് മതിലാണ് എന്ന് മനസ്സിലാക്കാനായി എഡ്മണ്ട് എന്തോ സൂത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. എഡ്മണ്ട് ഓരോ മതിലെടുത്തെത്തുമ്പോഴും ആ മതിലുകൾ ഒന്ന് മണപ്പിച്ചു നോക്കുകയാണ്. മണത്ത് ആ മതിലുകളുടെ ഒരു സ്വഭാവം മനസ്സിലാക്കുന്ന എഡ്മണ്ട് ചില മതിലുകളുടെ അടുത്തെത്തുമ്പോൾ പെട്ടെന്ന് മുന്നോട്ട് ഓടി ആകാശത്തേക്ക് കുതിച്ച് മതിൽ തൊടാതെ മറുഭാഗത്ത് കടക്കുകയാണ്. ഈ കാഴ്ച കാണികളിൽ ഉണ്ടാക്കുന്ന ആവേശം വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജനമിങ്ങനെ ആർത്ത് വിളിക്കുകയാണ്. വല്ലാത്തൊരു ഭംഗിയാണ് എഡ്മണ്ടിന്റെ ആ നീക്കങ്ങൾക്കുള്ളത്. എഡ്മണ്ട് ഓരോ മതിലുകളും കടന്ന് മതിലുകൾക്കിടയിലുള്ള ആ അമ്പുകളെയും തരണം ചെയ്ത് പതുക്കെ പതുക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് എഡ്മണ്ട് ആ 18 മതിലുകളും കടന്നു. അയാൾ
വിജയിയാകുമ്പോൾ സകല സ്ക്രീനുകളിലും ഒരു പച്ച പ്രകാശം തെളിയുകയാണ്. വിന്നർ എന്ന് ആ പച്ച പ്രകാശത്തിന്റെ നടുക്ക് എഴുതി കാണിക്കുന്നുണ്ട്. അവിടെ എഡ്മണ്ടിന്റെ ഫോട്ടോയും കാണാം. എഡ്മണ്ട് എന്ന ആ വിജയി ശരിക്കും വല്ലാത്തൊരു അത്ഭുതമാണ് ആളുകൾ ഉണ്ടാക്കിയത്. ഇത്രയും നേരത്തെ മത്സരത്തിനിടയിൽ ഒരേ ഒരാൾക്ക് മാത്രമാണ് വിജയിക്കാൻ പറ്റിയത്. സ്വാഭാവികമായിട്ടും എഡ്മണ്ട് മത്സരം കഴിഞ്ഞ് മത്സരാർത്ഥികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ സകല ആളുകളും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. അവിടെ പക്ഷം ഒന്നും തന്നെയില്ല. എല്ലാവരും അമ്പരപ്പോടുകൂടിയാണ് ആ മത്സരത്തിലെ എഡ്മണ്ടിന്റെ ആ പെർഫോമൻസിനെ നോക്കിക്കണ്ടത്. പക്ഷേ ഡസന്റെ മുഖത്ത് വലിയ അത്ഭുതമൊന്നും കണ്ടില്ല. അടുത്തായി മത്സരിക്കാൻ ഇറങ്ങുന്നത് സാക്ഷാൽ ഡസൻ റൈസ് ആണ്. ഡസൻ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ജിയാനി ഒന്ന് ചിരിച്ചു. നേരത്തെ ഡസൻ നടത്തിയത് ഇന്റേണൽ എനർജി ഉപയോഗിച്ചുള്ള ഒരു കബളിപ്പിക്കലാണ്. ഇവിടെ ഇപ്പൊ ആ കബളിപ്പിക്കലൊന്നും നടക്കില്ല. അങ്ങനെ തീരുമാനിക്കുമ്പോഴേക്കും മത്സരത്തിന്റെ ആ വിസിൽ മുഴങ്ങി. വിസിൽ മുഴങ്ങി കഴിഞ്ഞതും ഡസൻ റൈസ് മുന്നോട്ട് ഓടുന്നതാണ് ആളുകളൊക്കെ കാണുന്നത്. കാർലറ്റ് സ്പാനറും ജോർജിയും അതുപോലെ ബ്രിജിത്തും അമ്പരപ്പോടെ ഡസൻ നോക്കുമ്പോൾ അതേ ശൈലി തന്നെ ഡസനെ അയാളുടെ എതിരാളികളും വീക്ഷിക്കുകയാണ്. ഡസൻ നേരെ മുന്നോട്ട് ഓടുകയില്ലായിരുന്നു. ഡസൻ ഏതാണ്ട് ചരിഞ്ഞാ ഓടുന്നത്. ഡസൻ മതിലിന്റെ ലെഫ്റ്റ് കോർണറിലേക്കാണ് ഓടിയത്. ആ ലെഫ്റ്റ് കോർണറിലേക്ക് ഓടിയ ഡസൻ ആ മതിലിന് അടുത്തെത്താറായപ്പോ പെട്ടെന്ന് ചാടി ഉയർന്ന് ആ മതിലിന് മുകളിലൂടെ മറുഭാഗത്തെത്തി. മതിലിൽ ഡസൻ തൊട്ടിട്ടില്ല. മതിലിൽ തൊടാതെ ഡസൻ മറുഭാഗത്തെത്തിയപ്പോ ശരിക്കും ഒരു അമ്പരപ്പ് കാണികൾക്ക് ഉണ്ടായിട്ടുണ്ട്. മതിലിന് ലെഫ്റ്റ് സൈഡിൽ ചാടി ഇറങ്ങിയ ഡസൻ അവിടെ നിന്ന് ഡസൻ വീണ്ടും തിരിച്ച് ഓടുകയാണ് രണ്ടാമത്തെ മതിലിന്റെ വലത്തെ മൂലയിലേക്ക്. മുന്നോട്ട് ഓടിയ ഡസൻ തിരിച്ച് രണ്ടാമത്തെ മതിൽ ഈ വശത്താണ് ഓടുന്നത്. ആ മതിലിനടുത്തേക്ക് ഓടിയെത്തിയ ഡസൻ അവിടെ നിന്ന് ചാടി മതിലിന്റെ മുകളിൽ കൂടി മറുഭാഗത്തേക്ക് കടന്നു. വീണ്ടും ഡസൻ കോണോടുകൂടി മൂന്നാമത്തെ മതിലേക്ക് ഓടുകയാണ്. അവിടെ നിന്ന് ഡസൻ ചാടുന്നു മതിലിന്റെ മുകളിലൂടെ. വീണ്ടും ഡസൻ കോണോടുകൂടി നാലാമത്തെ മതിലിലേക്ക് ഡസൻ ചാടുകയാണ്. ഈ രംഗങ്ങൾ നടക്കുമ്പോൾ ജിയാനിയും ഡിവനും ഒക്കെ മറ്റൊരു കാര്യമാണ് ശ്രദ്ധിച്ചത്. ഒരു അമ്പും ഡസന് നേരെ വരുന്നതേയില്ല. ഡസൻ അതിവേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 17-18 സെക്കൻഡ് കഴിഞ്ഞപ്പോ ഡസ്റ്റിൻ ആ 100 മീറ്റർ ഓട്ടവും കംപ്ലീറ്റ് ചെയ്തു. കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഡസ്റ്റിൻ ആ 100 മീറ്ററും കംപ്ലീറ്റ് ചെയ്ത് മറുപുറത്തെത്തി. ജിയാനിയും ഡെവനും എഡ്മണ്ടും ഡെസ്മണ്ടും മാത്രമല്ല എൻ്റെ കാണികളും ജോർജിയും അതുപോലെ ബ്രിജിത്തും ഒക്കെ ഞെട്ടിത്തിരിക്കുമ്പോൾ കാർലറ്റ് അവളുടെ കൂട്ടുകാരികളോട് പറഞ്ഞു, അതാണ് ഡസ്റ്റിൻ. ഞാൻ പറഞ്ഞില്ലേ ഡസൻ ജീനിയസ് ആണെന്ന്. ശരിക്കും ഡസൻ അവിടെ എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരാൾ മതിലിൽ തൊടുമ്പോഴാണ് തൊട്ടടുത്തുള്ള കമ്പ്യൂട്ടറുകൾ ആക്ടിവേറ്റ് ആവുന്നത്. മതിലിൽ തൊട്ടില്ലെങ്കിൽ ആ കമ്പ്യൂട്ടറുകൾക്ക് ആൾ അകത്തേക്ക് കടന്ന വിവരം അറിയത്തില്ല. മതിലിലാണ് സെൻസർ പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഡസൻ ഒരു മതിലിലും തൊടാത്തത്. 4 അടി മാത്രം പൊക്കമുള്ള മതിലിന് മുകളിലൂടെ ചാടാൻ ഡസന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലെന്ന് അർത്ഥം. ഡസന് വേണമെങ്കിൽ മതിലിന്റെ മുകളിലൂടെ ചാടി ഹഡിൽസ് ചാടുന്ന പോലെ ചാടി പോകാമായിരുന്നു. ഡസൻ കാണികളെ ഒന്ന് എന്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി വെറുതെ സിക്സാക്ക് ആയിട്ട് ഓടിയതാണ്. അവർക്ക് സംഭവം മനസ്സിലാകാതിരിക്കാൻ വേണ്ടി. ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് ഡസൻ മത്സരാർത്ഥികൾ നിൽക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഡസന്റെ ചിത്രം സ്ക്രീനുകളിൽ ഇങ്ങനെ തെളിഞ്ഞു കാണാം. ഡസൻ ഓരോ മതിലും ചാടിപ്പോകുന്ന കാഴ്ച സ്ക്രീനുകളിൽ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡസൻ മത്സരാർത്ഥികളുടെ അടുത്ത് മടങ്ങിയെത്തുമ്പോൾ ശ്വാസം നിലച്ചതുപോലെയാണ് ജിയാനിയുടെയും കൂടെയുള്ളവരുടെയും അവസ്ഥ. അവർക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോ എന്താ കണ്ടത്? ഈ ശൈലിയിൽ ഒരാൾ അവരെ തോൽപ്പിക്കുമെന്ന് അവർ സ്വപ്നം പോലും കണ്ടതല്ല. ശരിക്കും അയാളുടെ ഒഴിയാനുള്ള കപ്പാസിറ്റി അവിടെ പരീക്ഷിക്കപ്പെടുമെന്നാണ് അവർ കരുതിയത്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ല. ഒരു അമ്പ് പോലും ഡസൻ നേരെ വന്നില്ല. പിന്നെയല്ലേ പരീക്ഷിക്കാൻ. ഡസനും കൂട്ടരും മൂന്നാമത്തെ റൗണ്ടിലേക്ക് നടന്നു. അവരുടെ കൂടെ എഡ്മണ്ടും ഉണ്ട്. ബാക്കി ആളുകളൊക്കെ പരാജയപ്പെട്ടിരിക്കുകയാണ്. മത്സരം അപ്പോഴും നടക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ടിൽ മത്സരം പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറെയും ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടല്ലോ. വിജയിക്കുന്നവർ മൂന്നാമത്തെ റൗണ്ടിലേക്ക് വരികയാണ്. രണ്ടാമത്തെ റൗണ്ടിൽ പങ്കെടുക്കാതെ മൂന്നാമത്തെ റൗണ്ടിൽ വേണമെങ്കിൽ ആൾക്കാർക്ക് പങ്കെടുക്കാം. പക്ഷെ അവർ പിന്നീട് വന്ന് രണ്ടാമത്തെ റൗണ്ടിൽ പങ്കെടുക്കണമെന്ന് മാത്രം. എന്ന് പറഞ്ഞാൽ 5 ഐറ്റത്തിൽ 4 ഐറ്റം ആൾക്കാർക്ക് ഏത് ക്രമത്തിൽ വേണമെങ്കിലും പങ്കെടുക്കാമെന്നാണ്. ഡസനും കൂട്ടരും എത്തിയത് ഇപ്പോ മൂന്നാമത്തെ റൗണ്ടിലാണ്. എഡ്മണ്ടും ജിയാനിയും ഡെസ്മണ്ടും അതുപോലെ ഡിവനും ഒരു ടീമായി നിൽക്കുകയാണ്. ഡസൻ റൈസിന്റെ ടീമിനൊപ്പം ഉണ്ട്. അവിടെ സംഘാടകർ വെളുത്ത നിറത്തിലുള്ള ഒരു ക്രിസ്റ്റൽ ബോള് ഒരു പ്ലേറ്റിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ആ ക്രിസ്റ്റൽ ബോളിലേക്ക് നമ്മുടെ ശരീരത്തിലെ ഇന്റേണൽ എനർജി കൊടുക്കണം. അതാണ് മത്സരം. നമ്മുടെ ശരീരത്തിനകത്തുള്ള ഇന്റേണൽ എനർജിയുടെ പവർ ആ ക്രിസ്റ്റൽ ബോളിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഇന്റേണൽ എനർജി എത്രത്തോളം ഉണ്ടെന്ന് ആ ബോളിലുണ്ടാകുന്ന നിറവ്യത്യാസം വഴി മനസ്സിലാക്കാൻ പറ്റും. മത്സരം ആരംഭിച്ചു. അനവധി മത്സരാർത്ഥികൾ ഈ ഘട്ടത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നവരുമുണ്ട്. മത്സരാർത്ഥികളായി എത്തിയ ആളുകൾ
ആ സ്ഫടിക ബോളിലേക്ക് അവരുടെ ഇന്റേണൽ എനർജി അതിശക്തമായി കൊണ്ടുവരികയാണ്. പെട്ടെന്ന് ആ വെളുത്ത നിറത്തുള്ള സ്ഫടിക ബോളിന്റെ നിറം സാവധാനം ആ ശക്തമായ ഊർജത്താൽ പതുക്കെ പതുക്കെ കറുക്കുന്നത് എല്ലാവരും കണ്ടു. അതിശക്തനായ ഒരു ഫൈറ്ററാണ് ആ വെളുത്ത ബോളിനെ കറുത്ത നിറത്തിലേക്ക് കൊണ്ടുവന്നത്. കറുത്ത നിറത്തിലേക്ക് അയാൾ കൊണ്ടുവരാനായിട്ട് അയാൾ കാര്യമായി പരിശ്രമിക്കുകയാണ്. ഏകദേശം ഒരു 6-7 മിനിറ്റ് അയാൾ പരിശ്രമിച്ചപ്പോഴാണ് ആ ബോള് ഏതാണ്ട് കറുപ്പായത്. ഈ സമയത്ത് ആ ആളെ നോക്കുന്ന ആരും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും. അയാളുടെ പുറത്തുകൂടി വിയർപ്പിങ്ങനെ ഒലിച്ചിറങ്ങുകയാണ്. പുഴ പോലെ ഒഴുകുകയാണെന്ന് പറയാം. വിയർത്ത് കുളിച്ചിട്ടാണ് അയാൾ ഏതാണ്ട് 1/4 ഭാഗത്തോളം ആ ബോളിനെ കറുപ്പിച്ചെടുത്തത്. അത് കഴിഞ്ഞ് കയറിയത് എഡ്മണ്ടാണ്. എഡ്മണ്ട് ആ ബോളിനെ ഏകദേശം ഒരു 3 മിനിറ്റ് കൊണ്ട് ഫുൾ കറുപ്പാക്കി മാറ്റി. ശരിക്കും ശക്തനാണ് എഡ്മണ്ട് എന്ന് ആ കാഴ്ച വിളിച്ചു പറയുകയാണ്. എഡ്മണ്ട് കഴിഞ്ഞിട്ട് കയറിയത് ഡെവനാണ്. ഡെവൻ ആ ബാളിനെ കറുപ്പാക്കിയെന്ന് മാത്രമല്ല പിന്നെയും ഇന്റേണൽ എനർജി കൊടുത്തപ്പോ ആ കറുപ്പ് നിറം സാവധാനം മാറി മാറി സിൽവറായി മാറി. ശരിക്കും ആളുകളെ അമ്പരപ്പിച്ച രംഗമാണത്. വെളുത്ത നിറത്തിലുണ്ടാകുന്ന ക്രിസ്റ്റൽ ബോൾ അതിനകത്തേക്ക് കൊടുത്ത ഇന്റേണൽ എനർജിയുടെ ശക്തി കൊണ്ട് കറുപ്പായി, കറുപ്പിൽ നിന്ന് സിൽവർ ആയിരിക്കുന്നു. സകലരും ഡെവൻ ഡെവൻ എന്ന് പറയുമ്പോഴേക്ക് ഡിവൻ അവന്റെ മുഴുവൻ പവറും ആ സിൽവർ ബോളിലേക്ക് കൊടുക്കുകയാണ്. ആ ബോളിന്റെ നിറം പതുക്കെ പതുക്കെ സ്വർണമായി മാറുകയാണ്. സ്വർണ്ണ നിറത്തിലേക്ക് ആ ബോളിനെ മാറ്റാൻ കഴിയുന്ന ആള് വിജയിയാകും. അതാണ് സംഘാടകർ പറഞ്ഞിരിക്കുന്നത്. ആ സ്വർണ്ണ ബോളാക്കി ആ സ്ഫടിക ബോളിനെ മാറ്റാനായിട്ട് ഡെവൻ അവന്റെ ശരീരത്തിൽ മുഴുവൻ എനർജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഡിവൻ ഒരു കാഴ്ച തന്നെയാണ്. ഡിവന്റെ പുറത്തുനിന്ന് ഇങ്ങനെ ശരിക്കും ശക്തമായിട്ട് വിയർപ്പ് ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ ശരീരത്തിലെ മുഴുവൻ ശക്തിയും എടുത്ത് ഉപയോഗിക്കുകയാണ്. ഏതാണ്ട് ആ ബോളിന്റെ സിൽവർ നിറം മാറി 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 സ്വർണ്ണ നിറം ഏതാണ്ട് പൂർത്തിയായപ്പോ പെട്ടെന്ന് ഡിവൻ അങ്ങ് തളർന്നു. എന്നാലും ആ ബോളിന്റെ ഏതാണ്ട് 99% സ്വർണ്ണ നിറമാക്കാൻ ഡിവന് പറ്റിയിട്ടുണ്ട്. അതുവരെ ആ ഐറ്റത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ഡിവൻ നേടിയത്. അടുത്തത് ഡസ്റ്റിനാണ്. ഡസ്റ്റിനും ആ ബോളിന്റെ അടുത്തേക്ക് വന്നു. ഡസ്റ്റിൻ ആ വെളുത്ത ബോളിൽ ഇന്റേണൽ എനർജി കൊടുത്തു തുടങ്ങിയതും അതിവേഗത്തിൽ ആ ബോള് കറുപ്പായി. കറുത്ത ബോള് നിമിഷ നേരം കൊണ്ടാണ് സിൽവർ ആയത്. സിൽവർ ബോൾ അതിവേഗം സ്വർണമായി മാറി. സ്വർണ്ണ ബോൾ ആക്കി മാറ്റാനായി ഡിവൻ ഏകദേശം 10 മിനിറ്റോളം ശ്രമിച്ചപ്പോൾ ഡസ്റ്റിൻ സെക്കൻഡുകൾ കൊണ്ട് അത് സ്വർണമാക്കിയിരിക്കുകയാണ്. അമ്പരപ്പോടെ ആളുകൾ സ്ക്രീനിൽ കാണുന്ന ആ വിഷ്വലിലേക്ക് നോക്കുമ്പോൾ ആ സ്വർണ്ണ നിറത്തിലുള്ള ബോളിന്റെ നിറം പതുക്കെ പതുക്കെ മാറുകയാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗത്തിലേക്ക് ആ ബോളിന്റെ നിറമാറ്റം ഉണ്ടാവും. ആ സ്വർണ്ണ നിറം കടും ചുവപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്പ കഴിഞ്ഞപ്പോ ആ സ്ക്രീനിൽ സകലർക്കും ആ കാഴ്ച കാണാം. ശരിക്കും തിളയ്ക്കുന്ന ചുവന്ന ഗോളം ഇതാ ഡസ്റ്റിന് തൊട്ടു മുന്നിൽ നിൽക്കുകയാണ്. ഡസ്റ്റിൻ വെളുത്ത നിറത്തിലുള്ള ബോളിനെ ചുവന്ന റെഡ് ബോളാക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് ആകെ എടുത്തിരിക്കുന്നത് 1 മിനിറ്റാണ്. ചുവന്ന നിറത്തിലുള്ള ആ ബോള് സ്വർണ്ണ നിറമായി, സ്വർണ്ണ നിറത്തിൽ നിന്ന് സിൽവർ നിറത്തിലേക്കും, സിൽവർ നിറത്തിൽ നിന്ന് കറുപ്പ് നിറത്തിലേക്കും, കറുപ്പ് നിറത്തിൽ നിന്ന് പഴയ ആ വെളുത്ത ക്രിസ്റ്റൽ രൂപത്തിലേക്കും ആ ബോളങ്ങ് മാറി. ഡസ്റ്റിൻ സാവധാനം പുറത്തിറങ്ങി. ശ്വാസം നിലച്ചിരിക്കുന്നത് എൻ്റെ മത്സരാർത്ഥികൾക്കുമാണ്. അവർക്കാർക്കും സങ്കല്പിക്കാനാവാത്തത്ര ശക്തമായ ഇന്റേണൽ എനർജിയാണ് ഡസ്റ്റിൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ജിയാനിക്കും ഡിവനും എഡ്മണ്ടിനും ഡെസ്മണ്ടിനും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. ശരിക്കും നിശബ്ദരായി അവരങ്ങ് നിൽക്കുമ്പോൾ ഡസ്റ്റിൻ റൈസിനോടായി സംഘാടകർ പറഞ്ഞു, ഈ ഗെയിമിലെ ഇതുവരെയുള്ള സകല റെക്കോർഡുകളും ഇവിടെ ഭേദിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്റേണൽ എനർജി ഉപയോഗിച്ച് ആ ബോളിനെ ഗോൾഡൻ കളർ ആക്കാൻ പറ്റും എന്ന് മാത്രമാണ് സംഘാടകർ പോലും കരുതിയിരുന്നത്. പക്ഷെ സംഘാടകരുടെ സ്വപ്നങ്ങൾക്കും അപ്പുറത്ത് ഇതാ ഒരു മത്സരാർത്ഥി ആ മത്സരത്തെ എത്തിച്ചിരിക്കുകയാണ്. ആ ബോളിന്റെ അതിന്റെ പരമോന്നതമായ അവസ്ഥയിലാണ് ഡസ്റ്റിൻ എത്തിച്ചത്. ചുവന്ന തിളങ്ങുന്ന ഗോളത്തിലേക്ക്. ഡസ്റ്റിൻ ടീമിനെ അടുത്ത് കൊണ്ടുപോയത് ഒരു പ്രഷർ അളക്കുന്ന മെഷീൻ അടുത്തേക്കാണ്. അതൊരു കൂടാണ്. ആ കൂടിനകത്ത് നമുക്ക് എത്രത്തോളം പ്രഷർ താങ്ങാൻ പറ്റുമെന്ന് അളക്കുന്ന ഒരു സംഭവമാണ്. അവിടേക്ക് ഡസ്റ്റിൻ ടീമും നടക്കുമ്പോൾ ജിയാനിയും ടീമും അവർക്കൊപ്പമുണ്ട്. ജിയാനി ഡെവനോട് പറഞ്ഞു, ഡെവൻ ഇതുവരെയുള്ളതൊക്കെ ഡസ്റ്റിന്റെ കഴിവ് പ്രകടമാക്കിയ സംഭവങ്ങൾ തന്നെയാണ്, എനിക്കൊരു സംശയമില്ല. പക്ഷെ അതൊക്കെ ഒഫൻസാണ്, ശക്തി കാണിക്കുന്നതാണ്. അയാളുടെ ഡിഫൻസ് ഇതുവരെ അളക്കപ്പെട്ടിട്ടില്ല. ഈ മെഷീനിലാണ് ഡിഫൻസ് അളക്കുക. അയാളുടെ പുറത്തേക്ക് ശക്തമായി പ്രഷർ ചെലുത്തപ്പെടും. എനിക്കറിയാം നമ്മുടെ എഡ്മണ്ടിന് അതിശക്തമായ കപ്പാസിറ്റി ഈ മേഖലയിലുണ്ടെന്ന്. അത് കേട്ടതും എഡ്മണ്ട് ഒന്ന് ചിരിച്ചു. അതെ അതെ, എന്റെ ശക്തി ഡിഫൻസിലാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടി ആ പ്രഷർ അളക്കുന്ന സ്ഥലത്തേക്ക് വന്നു. ശരിക്കും രസകരമായ ഒരു മെഷീനാണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ആ മെഷീനകത്തേക്ക് നമ്മൾ കയറി ഒരു സ്വിച്ച് അമർത്തുമ്പോൾ വാതിലങ്ങ് അടയും. വാതിൽ അടഞ്ഞു കഴിയുമ്പോൾ അവിടെ കാണുന്ന ലിവർ നമുക്കൊന്ന് ഉയർത്തി വെക്കാം. ലെവൽ 1 മുതൽ ലെവൽ 100 വരെ ഉണ്ട്. ഏത് ലെവലിലേക്ക് വേണമെങ്കിലും നമുക്ക് ഉയർത്താം. ലെവൽ ഉയർത്തി വെച്ചതിന് ശേഷം വീണ്ടും
നമ്മൾ ഓൺ സ്വിച്ചിൽ തൊടുമ്പോൾ പെട്ടെന്ന് അത്രയും ലെവലിലെ പ്രഷർ നമ്മുടെ ശരീരത്തിലേക്ക് വരും. ആ പ്രഷർ മെഷീന്റെ അടുത്ത് എല്ലാവരും എത്തിയപ്പോൾ ഡീവനും ടീമും ഡസ്റ്റിനോട് പറഞ്ഞു, ഇതുവരെയുള്ള മത്സരങ്ങളിലൊക്കെ ഞങ്ങളിലെ ആദ്യം പങ്കെടുത്തത്, ഇപ്രാവശ്യം ഡസ്റ്റിൻ പങ്കെടുക്കുക. ഡസ്റ്റിൻ കഴിഞ്ഞ മത്സരങ്ങളിൽ അവർ മത്സരിക്കുന്നത് കണ്ടിട്ട് ഒരു ഐഡിയ വർക്കൗട്ട് ചെയ്ത് ആ ടാക്ടിക്സിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിച്ചെന്നൊരു തോന്നൽ ഇപ്പോൾ അവന്മാർക്കുണ്ട്. അതുകൊണ്ടാണ് ഡസ്റ്റിനോട് ആദ്യം മത്സരിക്കാനായി ഡിവനും ടീമും ആവശ്യപ്പെട്ടത്. ഡസ്റ്റിൻ ഒബ്ജക്ഷൻ ഒന്നും പറഞ്ഞില്ല. ഡസ്റ്റിനാണ് ആദ്യം മത്സരിക്കാൻ ചെന്നത്. ഡസ്റ്റിൻ മിഷനകത്ത് കയറി ആ ഡോർ അടഞ്ഞു. അതിനുശേഷം ഡസ്റ്റിൻ ആ ലിവർ മുകളിലോട്ടാക്കി. ലെവൽ 1 മുതൽ ലെവൽ 100 വരെ ഉണ്ട്. ഡസ്റ്റിൻ ആ ലിവർ 100ാമത്തെ ലെവലിലാണ് ഫിക്സ് ചെയ്തത്. ലിവർ ഫിക്സ് ചെയ്യുന്നത് പുറത്തു നിൽക്കുന്നവർക്ക് കാണാൻ പറ്റില്ല. അതിനുശേഷം ഡസ്റ്റിൻ സ്വിച്ച് ഓൺ ആക്കി. കൃത്യം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡസ്റ്റിൻ പുറത്തു വന്നു. ഡസ്റ്റിന്റെ പുറത്ത് ഒരു തുള്ളി വീർപ്പ് പോലും പൊടിഞ്ഞിട്ടില്ല. ഡസ്റ്റിൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ പെട്ടെന്ന് സ്കോർ എഴുതി കാണിക്കുകയാണ്. ഡസ്റ്റിൻ റയസ് 100 ലെവൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വാചകമാണ് സ്ക്രീനിൽ ഇങ്ങനെ എഴുതി വരുന്നത്. സാധാരണഗതിയിൽ ഒരു സൂപ്പർ ഫൈറ്റർക്ക് 5ഓ 6ഓ അല്ലെങ്കിൽ പരമാവധി 10ാമത്തെ ലെവൽ വരെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. ഇവിടെ ഡസ്റ്റിൻ റയസ് 100ാമത്തെ ലെവലിൽ വിജയിച്ചു എന്ന് കേട്ടപ്പോൾ ഡിവനും ഡെസ്മണ്ടും എഡ്മണ്ടും ജിയാനിയൊക്കെ അറിയാതെ തറയിലേക്ക് ഇരുന്നു പോവുകയാണ്. അവരുടെ സകല പ്രതീക്ഷകളും ഇതാ അസ്തമിച്ചിരിക്കുന്നു. ഡസ്റ്റിൻ അവരെ ഒന്ന് നോക്കിയിട്ട് 5ാമത്തെ സ്റ്റേജിലേക്ക് നീങ്ങി. അവിടെ 2 ഇൻസ്ട്രക്ടേഴ്സ് ഈ 4 ലെവലിലും കഴിഞ്ഞു വരുന്ന ആളുമായി ഒന്ന് ഫൈറ്റ് ചെയ്യും. ആ 2 ഇൻസ്ട്രക്ടേഴ്സിന്റെ അടുത്ത് എത്ര നേരം മത്സരാർത്ഥി പിടിച്ചു നിൽക്കുന്നു എന്നത് നോക്കിയിട്ട് മത്സരാർത്ഥിക്ക് മാർക്കിടുന്ന ഒരു ശൈലിയാണ് ഉള്ളത്. ഡസ്റ്റിൻ അവിടെ എത്തിയതും ഇൻസ്ട്രക്ടേഴ്സ് ഡസ്റ്റിനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ ഈ 5ാമത്തെ ലെവൽ വിജയിച്ചതായി ഞങ്ങൾ സർട്ടിഫൈ ചെയ്യാണ്. അതെന്താ മിസ്റ്റർ ഡസ്റ്റിൻ, നിങ്ങൾ കഴിഞ്ഞ 4 ലെവലിലെയും പെർഫോമൻസ് ഞങ്ങൾ ഇവിടെ നിന്ന് വീക്ഷിക്കായിരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പറ്റിയ എതിരാളിയല്ല. ഞങ്ങൾക്ക് നിങ്ങളോട് മത്സരിക്കാനാവില്ല. അതുകൊണ്ട് ഞങ്ങൾ തോൽവി സമ്മതിക്കുകയാണ്. ഒരു ഇടി പോലും ഇടിക്കാതെ ഡസ്റ്റിൻ വിജയിച്ചതായി ആ 2 ഇൻസ്ട്രക്ടേഴ്സും സമ്മതിച്ച് ഡസ്റ്റിനെ വിജയായി പ്രഖ്യാപിച്ചു. 5 ലെവലുകളിലെയും ഡസ്റ്റിന്റെ മത്സരം പൂർത്തീകരിക്കപ്പെട്ടതും ഡസ്റ്റിനും സ്കാർലറ്റിന്റെ ആ 2 സുഹൃത്തുക്കളുമായി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. പാട്രിക് കൂടെ ഉണ്ട്. പാട്രിക് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഇന്ന് വൈകുന്നേരത്തോടു കൂടി എല്ലാ മത്സരങ്ങളും പൂർത്തിയാവും. എനിക്ക് തോന്നുന്നത് രാത്രിയാകുമ്പോൾ മത്സര വിജയി ആരാണെന്ന് അറിയാൻ പറ്റുമെന്നാണ്. ഡസ്റ്റിൻ വിജയിക്കുകയാണെങ്കിൽ നാളെ രാവിലെ ഞാൻ വന്ന് ഡസ്റ്റിനോട് പറയാം. പാട്രിക്കിനോട് യാത്ര പറഞ്ഞ് സ്കാർലറ്റും ബ്രിജിത്തും ജോർജിയുമായി ഡസ്റ്റിൻ റയസ് സ്കാർലറ്റിന്റെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. സ്കാർലറ്റിന്റെ താമസ സ്ഥലത്ത് അവരെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് സ്കാർലറ്റിന് ഒരു കോള് വന്നത്. ആ കോള് വന്നത് സ്റ്റോണി എന്നാണ്. കോള് വിളിച്ച ആൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ സ്കാർലറ്റിന്റെ മുഖം ഏതാണ്ട് ചുമന്നു വരികയാണ്. സ്കാർലറ്റ് ഫോൺ കട്ട് ചെയ്തിട്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, എനിക്ക് സ്റ്റോണിക്ക് മടങ്ങണം. അവിടെ ചില പ്രശ്നങ്ങളുണ്ട്. സ്കാർലറ്റ്, എന്തെങ്കിലും വിഷയമുണ്ടോ? എങ്കിൽ ഞാൻ കൂടെ വരാം. അതൊന്നുമില്ല, എനിക്ക് പരിഹരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അവിടെ എനിക്കെതിരായിട്ട് ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. ചില ആളുകൾ എന്നെ ബ്ലാക്ക് പാന്തർ ആർമിയുടെ തലപ്പത്ത് നിന്ന് മാറ്റാനുള്ള ചരടുവലികൾ നടത്തുകയാണ്. അത് അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. 3 ലക്ഷം ഭടന്മാരുള്ള വലിയൊരു സേനയാണ് ബ്ലാക്ക് പാന്തർ ആർമി. അതിന് ചീഫാണ് ജനറൽ സ്കാർലറ്റ് സ്പാനർ. സ്കാർലറ്റ് ആ ഭാഗത്തിരിക്കുന്നത് അവർ ഗോഡ് ഓഫ് വാർ ആയതുകൊണ്ടാണ്. സ്കാർലറ്റ് വനിത ആയതുകൊണ്ട് ഗോഡസ് ഓഫ് വാർ എന്ന് അതിന് വിളിക്കുക. ഡ്രാഗൺ ബാഷിന്റെ വടക്ക് ഭാഗമാണ് ബ്ലാക്ക് പാന്തർ ആർമി ഡിഫെൻഡ് ചെയ്യുന്നത്. വടക്ക് ഭാഗത്താണ് സ്റ്റോണിയ ഉൾപ്പെടുന്നത്. രാജ്യ തലസ്ഥാനമായ സ്റ്റോണിയ ഉൾപ്പെടെയുള്ള ഏരിയകളാണ് സ്വാഭാവികമായിട്ടും സ്കാർലറ്റിന്റെ കീഴിൽ വരുന്നത്. അത് പലർക്കും അങ്ങോട്ട് ഇഷ്ടമല്ല. ആ കാര്യത്തിൽ ഇഷ്ടക്കേടുള്ള ആരുമാണ് സ്കാർലറ്റിനെതിരായിട്ട് ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മൂവ്മെന്റ് മുളയിലെ നുള്ളാൻ സ്കാർലറ്റ് സ്റ്റോണി വേണം. അതുകൊണ്ടാണ് സ്കാർലറ്റ് ഉടൻ തന്നെ സ്റ്റോണിക്ക് മടങ്ങാൻ തീരുമാനിച്ചത്. സ്കാർലറ്റും ജോർജിയും ബ്രിജിത്തും കൂടി ഡസ്റ്റിൻ റയസിനെ ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നു. ഫ്ലെയിം ഡ്രാഗൺ ഗ്രൂപ്പിന്റെ മുൻവശത്തെത്തിയ കാർ തുറന്ന് ഡസ്റ്റിൻ റയസ് പുറത്തിറങ്ങുമ്പോൾ കാറിൽ നിന്ന് സ്കാർലറ്റും പുറത്തിറങ്ങി. സ്കാർലറ്റ് ഡസ്റ്റിനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. 10 വർഷങ്ങൾക്ക് ശേഷമാണ് അവൾക്ക് ഇപ്പോ ഡസ്റ്റിനെ കൈ കിട്ടിയത്. ഡസ്റ്റിനുമായിട്ട് ഇടപഴകാൻ അവൾക്ക് ആകെ ലഭിച്ചത് 2-3 ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ പിരിയുന്നതിൽ സ്കാർലറ്റിന് ശരിക്കും സങ്കടമുണ്ട്. സങ്കടത്തോടു കൂടിയാണ് ഡസ്റ്റിനെ വിട്ടിട്ട് സ്കാർലറ്റ് കാറിലേക്ക് കയറുന്നത്. സ്കാർലറ്റ് കാറിലേക്ക് കയറുമ്പോഴും വാഹനം മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴും സ്കാർലറ്റ് ഡസ്റ്റിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാറിലിരുന്ന് ഡസ്റ്റിനെ തന്നെ തിരിഞ്ഞു നോക്കുന്ന സ്കാർലറ്റിനെ കണ്ണുമിക്കാതെ ഡസ്റ്റിനും നോക്കി നിൽക്കുകയാണ്. ആ കാറ് ഡസ്റ്റിന്റെ കണ്ണീന്ന് പറഞ്ഞതും തൊട്ടു പുറകിന്ന് ഒരു ചിരി. ഹലോ, എന്താ ഇത്? ചിരിച്ചുകൊണ്ട് ഡസ്റ്റിന് പുറത്ത് ഒരാളൊന്ന് തൊട്ടു. ശബ്ദം കേട്ട് ഡസ്റ്റിൻ തിരിയുമ്പോൾ ഡസ്റ്റിൻ കാണുന്നത്
അബിഗലിനെയാണ്. അബിഗലിനൊപ്പം നെൽസൺ ഫോസ്റ്റും ഉണ്ട്. ഹലോ സർ, ആരാ സുന്ദരി? ആ സുന്ദരിക്ക് സാറിനെ പിരിയാൻ ശരിക്കും വിഷമമുള്ളതുപോലെ. എന്താ ചുറ്റിക്കളി? അബിഗലിന്റെ ചോദ്യങ്ങൾ കേട്ടപ്പോ ഡസൻ അബിഗലിനോട് പറഞ്ഞു, ഏയ് അവൾ എന്റെ പെങ്ങളാണ്. സാർ, സാറിന്റെ സഹോദരിയോ? അതേന്ന്. ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു വാർത്തയാണ് സത്യത്തിൽ അബിഗൽ കേൾക്കുന്നത്. ഡസന് ഒരു പെങ്ങളുള്ളതിനെ കുറിച്ച് ഡസൻ അതിനു മുമ്പ് പറഞ്ഞിട്ടേയില്ല. ഈ കാര്യങ്ങളൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന നെൽസനോടായി ഡസൻ ചോദിച്ചു, എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ ടീം, കോർലിസിന്റെ ടീം? സർ റൈസ് അവർ ശരിക്കും സന്തോഷത്തിലാണ്. ഓക്കെ നെൽസൺ, നമുക്ക് അവർക്ക് വേണ്ടി ഒരു പുതിയ ടീം തന്നെ ഓർഗനൈസ് ചെയ്യണം, ഒരു പുതിയ ഡിവിഷൻ. അനീതികൾക്കെതിരെ പോരാടാൻ വേണ്ടി നമുക്കൊരു ടീം വേണം. അതിന് അവരാ പറ്റിയത്. കോർണലീസിന്റെയും ടീമിന്റെയും പ്രത്യേകത അവർ തെറ്റൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. ആരെങ്കിലും തെറ്റ് ചെയ്താൽ അതിനെ എതിർക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ. ആ ടീമിനെ അതുകൊണ്ട് തന്നെ ആ ശൈലിയിൽ ഒരു ടീമാക്കി മാറ്റാൻ ഡസൻ റൈസ് പറഞ്ഞപ്പോ നെൽസൺ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് ഡസനോട് പറഞ്ഞു. അതിനുശേഷം നെൽസൺ ഡസനോട് പറഞ്ഞു, സർ റൈസ്, ഞാനേ നമ്മുടെ ഈ ഓഫീസ് ഒന്ന് മാറ്റി സ്ഥാപിക്കാനായി ഒരു സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സത്യത്തിൽ ഇവിടെ ഇപ്പോ നല്ല തിരക്കായി, നമുക്ക് എല്ലാവർക്കും വേണ്ട ഫെസിലിറ്റീസ് ഇവിടെ കിട്ടത്തില്ല. ഞാൻ വേറൊരു സ്ഥലം നോക്കി. ആ നെൽസൺ, അത് കൊള്ളാം, എവിടെയാ നോക്കിയത്? സർ റൈസ്, അത് സഫയർ ലോഡ്ജ് ആണ്. സഫയർ ലോഡ്ജോ? സർ റൈസ്, അതെ, സഫയർ ലോഡ്ജ് നമ്മുടെ ഈ ടൗണിന്റെ എൻഡിലായിട്ട് വരും. സത്യത്തിൽ അതൊരു എസ്റ്റേറ്റ് ആണ്. അവിടെ ഒരു കൂറ്റൻ കെട്ടിടമുണ്ട്. ആ കെട്ടിടം ഇടയ്ക്ക് ലോഡ്ജായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ടാണ് അതിന് സഫയർ ലോഡ്ജ് എന്നൊക്കെ പറയുന്നത്. ആ ബിൽഡിങ്ങിന് ചുറ്റുമായി ഒത്തിരി ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. നമ്മുടെ പ്രാക്ടീസിനൊക്കെ അത് ഗുണപ്പെടും. നെൽസൺ, അങ്ങനെയാണെങ്കിൽ അതങ്ങ് ഉറപ്പിച്ചോ? ഡസൻ റൈസ് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ നെൽസൺ ശരിക്കും അതിശയം. സർ റൈസ്, അങ്ങ് വന്ന് കാണണ്ടേ? ഹേയ് നെൽസൺ, നീ കണ്ടു, ഇഷ്ടപ്പെട്ടു, അതിനപ്പുറം ഇനി എന്താ വേണ്ടത്? അതൊക്കെ വാങ്ങിച്ചോ? ഡസ്റ്റിന് നെൽസണിലുള്ള ആ വിശ്വാസം ആ വാക്കുകൾ പ്രതിഫലിക്കുകയാണ്. ശരിക്കും നെൽസനെ ഡസ്റ്റിന്റെ ആക്ഷൻ ഒന്ന് ഉലച്ചു എന്ന് പറയാം. ഈ ശൈലിയിൽ അവനെ ഭൂമിയിൽ ഇതിനു മുമ്പ് ആരും വിശ്വസിച്ചിട്ടില്ല എന്നതാണ് സത്യം. ആ ചിന്ത നെൽസന്റെ മനസ്സിലേക്ക് വന്നപ്പോ പെട്ടെന്ന് നെൽസന്റെ കണ്ണങ്ങ് നനഞ്ഞു. ആ സമയത്താണ് അബിഗൽ ഡസ്റ്റിനോട് പറഞ്ഞത്, സർ, എന്റെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. നിന്റെ കൂട്ടുകാരിയോ? അതെ സർ, എന്റെ കൂട്ടുകാരി അകത്തുണ്ട്, വാ നമുക്ക് കാണാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അബിഗൽ ഡസ്റ്റിനെ കൈപിടിച്ച് അകത്തേക്ക് അടക്കുകയാണ്. ഡസ്റ്റിനൊപ്പം നെൽസൺ ഫോസ്റ്റും അകത്തേക്ക് വന്നു. അവർ നടന്ന് അകത്തുള്ള ഒരു ഹാളിൽ എത്തുമ്പോൾ അവിടെ കുറച്ച് ആളുകൾ തറയിൽ കിടക്കുകയാണ്. ആ തറയിൽ കിടക്കുന്ന ആളുകളുടെ നടുക്കായി ഒരു സുന്ദരി അങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും നല്ല നീണ്ട കാലുകളുള്ള അടിപൊളി ഒരു സുന്ദരി. ആ സുന്ദരിയുമായി ഫൈറ്റ് ചെയ്താണ് ആ ആളുകളൊക്കെ താഴെ വീണിരിക്കുന്നത്. നെൽസന്റെ ഗുണ്ടാ സംഘത്തിലെ ചെറുപ്പക്കാരാണ് അവിടെ വീണ് കിടക്കുന്നത്. ആ കാഴ്ച കണ്ട നെൽസൺ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. ഒരു സുന്ദരി ആ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ അടിച്ചിടുക എന്ന് പറഞ്ഞാൽ, നെൽസൺ അങ്ങനെ ആലോചിക്കുന്ന നിമിഷത്തിൽ ആ സ്ത്രീ രണ്ടുപേരെ കൂടി അടിച്ച് താഴെയിട്ടു. ആ സ്ത്രീയുടെ പുറത്തു തൊടാൻ നെൽസന്റെ ഗുണ്ടകൾക്ക് പറ്റുന്നേയില്ല. ഹലോ എന്ന് വിളിച്ചുകൊണ്ട് അബിഗൽ അടുത്തേക്ക് വന്നതും ആ സ്ത്രീ പെട്ടെന്ന് അവരുടെ ആക്ഷൻസ് നിർത്തി. അബിഗൽ, അവരും ശരിക്കും സന്തോഷത്തിലാണ്. ആ സ്ത്രീയെ അബിഗൽ ഡസ്റ്റിന് പരിചയപ്പെടുത്തി. സർ, ഇത് മാഗി ലാർസനാണ്. അബിഗൽ അത് പറഞ്ഞതും ഡസൻ അബിഗലിനോട് പറഞ്ഞു, എനിക്ക് ഇവരെ അറിയാം. സാറിന് അവരെ അറിയാമോ? അതെ, ഇവരെ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ ആ സ്ത്രീയോട് ചോദിച്ചു, ഏയ് അസലിയ, എന്താ പരിപാടി? ഡസന്റെ ചോദ്യം കേട്ടതും അസാലിയ ഒന്ന് ചിരിച്ചു. ഏയ് ഡസൻ, ഇതെങ്ങനെയാ എന്നെ കണ്ടുപിടിച്ചത്? ശരിക്കും അസാധ്യമായ ഒരു ആൾമാറാട്ടമാണ് അസാലിയ നടത്തിയിരിക്കുന്നത്. അസാലിയ മാഗി എന്ന പേര് പറഞ്ഞ് തന്നെ പറ്റിച്ചു എന്നൊരു തോന്നൽ അബിഗലിനുണ്ടായതും അബിഗൽ അസാലിയോട് ചോദിച്ചു, ഏയ് നിങ്ങൾ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞേ? ഹേയ് അബിഗൽ, ഞാൻ അബിഗലിനോട് കള്ളം പറഞ്ഞിട്ടേ ഇല്ല. കള്ളം പറഞ്ഞിട്ടില്ലേ? അതേന്ന്, കള്ളം പറഞ്ഞിട്ടില്ല. എന്റെ പേര് അസാലിയ മാഗി ലാർസൺ എന്നാണ്. ഞാൻ അബിഗലിനോട് മാഗി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഡസ്റ്റിനോട് അസാലി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സത്യത്തിൽ മുഴുവൻ പേരും നിങ്ങൾ ആരും എന്നോട് ചോദിക്കാത്തതുകൊണ്ടല്ലേ ഞാൻ പറയാത്തത്. അസാലിയുടെ വിശദീകരണം വളരെ വ്യക്തമാണ്. ഡസൻ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടതും ഡസ്റ്റിനോടായി അസാലി പറഞ്ഞു, ഡസൻ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞിട്ട് അബിഗലിനെ നോക്കി അസാലി പറഞ്ഞു, അബിഗൽ, ഞാൻ ഡസ്റ്റിന് മാത്രം ഒന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് അസാലിയ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഡസ്റ്റിൻ കൂടി പുറത്തേക്ക് വന്നു. അവിടെ പൂമുഖത്ത് എത്തിയതും ഡസൻ അസാലിയോട് ചോദിച്ചു, ഏയ് അസാലിയ, എന്താ ഇത്? നീ എന്താ അബിഗലിന്റെ പുറകെ കൂടിയിരിക്കുന്നത്? ഡസൻ, ഞാൻ അബിഗലിന്റെ കൂടെ കൂടാതെ വേറെ മാർഗമില്ല. അബിഗലിനെ രക്ഷിക്കാനാണ് ഞാൻ അബിഗലിന്റെ കൂടെ കൂടിയത്. അബിഗലിനെ രക്ഷിക്കാനോ? എന്തിന്? ഡസൻ, മിസ്റ്റിക് ഓർഡറിനെ കുറിച്ച് ഡസ്റ്റിന് അറിയാമല്ലോ. മിസ്റ്റിക് ഓർഡർ എന്ന വേർഡ് കേട്ടപ്പോ ഡസ്റ്റിൻ ഒന്ന് പതറി. ഡസ്റ്റിനോട് മിഖായിൽ റോബിൻസൺ ആ വേർഡ് പറഞ്ഞിട്ടുണ്ട്. ആ വേർഡാണ് ഇപ്പൊ ഇതാ അസിലിയ എടുത്തുപയോഗിച്ചത്. ഡസൻ, മിസ്റ്റിക് ഓർഡറിന്റെ തലവന്റെ മകളുടെ മകളാണ് അബിഗൽ. അത് ഡസ്റ്റിന് അറിയാമല്ലോ. മിഖായിൽ റോബിൻസൺ മിസ്റ്റിക് ഓർഡറിലെ മഹാമാന്ത്രികയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം മിഖായിൽ റോബിൻസൺ ഡസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ട്.
ഇപ്പൊ ഇതാ ഡസൻ മറ്റൊരു കാര്യം കൂടി അറിയുകയാണ്. ആ മഹാമാന്ത്രിക കാതറിൻ ഹണ്ടർ മിസ്റ്റിക് ഓർഡറിന്റെ തലവന്റെ മകളാണ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മിസ്റ്റിക് ഓർഡറിന്റെ ചെറുമകളാണ് സാക്ഷാൽ അബിഗൽ റോബിൻസൺ. ആ യാഥാർത്ഥ്യം ഡസ്റ്റിന്റെ മനസ്സിലേക്ക് വരുമ്പോ അസലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, മിസ്റ്റിക് ഓർഡറിന്റെ അടുത്ത ഹെഡ് അബിഗലാണ്. മിസ്റ്റിക് ഓർഡറിന്റെ തലപ്പത്തേക്കുള്ള അബിഗലിന്റെ യാത്ര തടുക്കാൻ ആർക്കും പറ്റില്ല. അവളുടെ അമ്മ കാതറിൻ ഹണ്ടർ ഇരിക്കേണ്ട കസേരയിലേക്ക് ആദ്യം അവളെത്തും. അതിനുശേഷം അവളുടെ ഗ്രാൻഡ് പേ ഇരിക്കുന്ന കസേരയിലേക്കും അവളെത്തും. അസാലിയ അത്രയും പറഞ്ഞപ്പോ ഡസ്റ്റിൻ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ഡസ്റ്റിനും മിഖായൽ റോബിൻസനും മാത്രം അറിയാവുന്ന രഹസ്യം അസാലിയ ഇതാ ഡസ്റ്റിനോട് പറയുകയാണ്. ഡസ്റ്റിൻ അമ്പരപ്പോടെ അസാലിയോട് ചോദിച്ചു, ഏയ് അസാലിയ, നീ ഇതെങ്ങനെ അറിഞ്ഞു? ഡസ്റ്റിൻ ഡാർക്ക് ലോർഡ് മിസ്റ്റിക് ഓർഡറിൽ ഉണ്ടായിരുന്ന ആളാണ്. അയാൾ മിഖായൽ റോബിൻസനെ കണ്ട നിമിഷത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. അയാൾ എന്നോട് കഥകൾ പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ അയാളുടെ തല അറുത്തത്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഇൻഫർമേഷൻ ആണ് അസാലിയ ഡസ്റ്റിനുമായി പങ്കുവെക്കുന്നത്. ഡസ്റ്റിൻ അസാലിയോട് പറഞ്ഞു, ഏയ് അസാലിയ, ഒരു കാരണവശാലും ഈ കാര്യം അബിഗൽ അറിയരുത്. ഡസ്റ്റിൻ, അബിഗലിനെ നമുക്ക് ഉള്ള കാലവും പിടിച്ചു നിർത്താൻ പറ്റില്ല. അവൾ മഹാമാന്ത്രികയാണ്. അവൾക്ക് മിസ്റ്റിക് ഓർഡറിന്റെ ഹെഡാകാനുള്ള തലവിധി ഉണ്ടെങ്കിൽ ഡസ്റ്റിൻ നമുക്കത് തടുക്കാൻ പറ്റില്ല. അസാലിയ അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ ഒരു നിമിഷം നിശബ്ദനായി അല്പനേരം എന്തോ ആലോചിച്ചു നിന്നു. അതിനുശേഷം അസാലിയോട് പറഞ്ഞു, അസാലിയ, ഭാവിയെക്കുറിച്ച് ഇപ്പൊ നമുക്കൊന്നും തർക്കിക്കണ്ട. തൽക്കാലം നീ അബിഗലിൽ നിന്ന് ഈ കാര്യം മറച്ചു വെക്കണം. നീ എനിക്ക് വാക്ക് തരണം. ഡസ്റ്റിൻ, ഞാൻ വാക്ക് തരാം, പക്ഷേ എന്നെ ഇവിടെ തുടരാൻ അനുവദിക്കണം. അബിഗലിന്റെ സംരക്ഷണത്തിന് ഞാൻ കൂടെ ഉണ്ടാകണം. അസാലിയ അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ അവസാനം സമ്മതിച്ചു. ആ രാത്രിയിൽ അസാലിയയും അബിഗലും ഒന്നിച്ചാ കഴിഞ്ഞത്. നേരം വെളുത്തപ്പോ പാട്രിക് എത്തി. പാട്രിക് ശരിക്കും സന്തോഷത്തിലാണ്. ഡസ്റ്റിനെ കണ്ടോടൻ പാട്രിക് ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിനെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ബെലാർമോ മേഖലയിൽ നിന്ന് 5 ആളുകളെയാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കുക. അതിൽ ആ ഒഴിവന്ന 5ാമത്തെ പോസ്റ്റിലേക്ക് നടന്ന മത്സരത്തിൽ ഡസ്റ്റിൻ വിജയിയായെന്ന് പാട്രിക് ശരിക്കും സന്തോഷത്തോട് പറഞ്ഞപ്പോ ഡസ്റ്റിന്റെ മുഖത്ത് വലിയ ഭാവമൊന്നുമില്ല. ഡസ്റ്റിൻ അത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് അർത്ഥം. ഡസ്റ്റിൻ, നമ്മൾ ഇന്ന് തന്നെ മത്സരം നടക്കുന്ന വെന്യൂലേക്ക് പോകണം. അത് കേട്ടോണ്ട് നിൽക്കുന്ന അബിഗൽ ഡസ്റ്റിനോട് പറഞ്ഞു, സാർ, എങ്കിൽ ഞങ്ങൾ വരട്ടെ, ഒരു ഫൈറ്റ് ആണ് നടക്കാൻ പോകുന്നതെന്ന് കേട്ടപ്പോ അബിഗലിന് അത് കാണാൻ ശരിക്കും ആവേശം. ഡസ്റ്റിൻ സമ്മതിച്ചപ്പോ ഡസ്റ്റിന്റെ കാറിൽ അബിഗലും അസാലിയും കയറി. അസാലിയ ഡസ്റ്റിനൊപ്പം മുൻവശത്ത് കയറിയിരിക്കുകയാണ്. ശരിക്കും സെക്സി ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നതിൽ അസാലിയ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അസാലിയ ആള് കാണാൻ സുന്ദരിയുമാണ്. ആരും ഒന്ന് നോക്കിപ്പോകുന്ന സൗന്ദര്യത്തിന് ഉടമ തന്നെയാണ് അസാലിയ. അസാലിയ ഡസ്റ്റിനെ ടെംപ്റ്റ് ചെയ്യാനായിട്ട് പല കാര്യങ്ങൾ കാണിക്കുന്നത് പുറകിലിരിക്കുന്ന അബിഗൽ കാണുന്നുണ്ട്. അബിഗൽ അതൊക്കെ കണ്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വാഹനം ആ മത്സരം നടക്കുന്ന വെന്യൂവിലെത്തി. പാട്രിക് അവരെ 3 പേരെ നയിച്ച് മുന്നോട്ട് കൊണ്ടുവരികയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ഡസ്റ്റിനെ ചില ആളുകൾ തടഞ്ഞു നിർത്തിയത് തലേ ദിവസം മത്സരത്തിൽ പങ്കെടുക്കാൻ വന്ന ആ ഡിവനും ടീമുമാണ്. ഡിവനും ജിയോനിയും എഡ്മണ്ടും കൂടിയാണ് ഡസ്റ്റിനെ തടഞ്ഞത്. എന്താ സംഭവം? നീ ഞങ്ങളുടെ കൂട്ടുകാരനെ കൊന്നു. നിങ്ങളുടെ കൂട്ടുകാരനെ കൊന്നു. ആരെ? ഡെസ്മണ്ടിനെ. അതാരാ കക്ഷി? ഏയ് ഡസ്റ്റിൻ, ഞങ്ങളോട് വേല കാണിക്കരുത്. നിങ്ങൾ കാര്യം പറ. ഡസ്റ്റിൻ ആ ലിവറിന്റെ ലെവല് 100 വെച്ചിട്ടല്ലേ ഇറങ്ങിയത്? അതെ, അതിനെന്താ? എന്താ സംഭവിച്ചതറിയാവോ? എന്താ സംഭവിച്ചത്? ഡസ്റ്റിൻ ആ ലിവറിന്റെ ലെവൽ 100 വെച്ചിരുന്നത് ഞങ്ങളോട് പറയാത്തത് കൊണ്ട് അകത്ത് കയറിയ ഡെസ്മണ്ട് സ്വിച്ച് ഓണാക്കിയതും പെട്ടെന്ന് 100ാമത്തെ ലെവൽ പ്രഷർ വന്നു. ആ പ്രഷറിൽ ഡെസ്മണ്ട് പൊട്ടിച്ചിതറിപ്പോയി. ശരിക്കും സങ്കടകരമായ ഒരു കാര്യമാണ് ഡിവൻ ഡസ്റ്റിനോട് പറഞ്ഞത്. ഡസ്റ്റിൻ ആ മെഷീനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ 100ാമത്തെ ലെവലിൽ വെച്ചിരുന്ന ആ ലിവർ താഴേക്ക് മാറ്റിവെക്കാൻ മറന്നുപോയിരുന്നു. ഡസ്റ്റിൻ മത്സരം കഴിഞ്ഞ് പോയപ്പോ ഡസ്റ്റിൻ കാണിച്ചത് കള്ളത്തരമായിരിക്കും എന്ന് കരുതി ഡെസ്മണ്ട് ആ മെഷീനിലേക്ക് കയറിയതാണ്. മെഷീനിലേക്ക് കയറി ഡോർ അടച്ചിട്ട് അയാൾ ജസ്റ്റ് ഓൺ സ്വിച്ച് പ്രസ് ചെയ്തതാണ്. പക്ഷെ കഷ്ടകാലത്തിന് അയാൾ ആ ലിവർ താഴ്ത്തിയില്ല. അയാൾ യഥാർത്ഥത്തിൽ 100 ലിവർ ഇരിക്കുന്നത് കണ്ടതാണ്. ആ മെഷീൻ എന്തോ കേടുള്ളത് കൊണ്ട് 100 ഇരിക്കണമെന്ന് കരുതിയിട്ടാണ് അയാൾ താഴ്ക്കാതിരുന്നത്. സെക്കൻഡുകൾ കൊണ്ട് 100ാമത്തെ ലെവൽ പ്രഷറിലേക്ക് ആ മെഷീൻ ഉയർന്നതും മെഷീനകത്ത് അയാൾ പൊട്ടിച്ചിതറുകയായിരുന്നു. ശബ്ദം കേട്ട് സംഘാടകർ മെഷീൻ തുറക്കുമ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. ആ മെഷീനൊക്കെ മുഴുവൻ മാംസകഷ്ണങ്ങൾ ചിതറിക്കിടക്കായിരുന്നു. ചെറു തരികളായി ഡെസ്മണ്ട് നുറുങ്ങിപ്പോയിരുന്നു. അവരുടെ കൂട്ടുകാരൻ അങ്ങനെ കൊല്ലപ്പെട്ടതിന് ദേഷ്യം മുഴുവൻ ഡിവോനും ജിയാനിക്കും കൂടെ ഉള്ളവർക്കൊക്കെ ഉണ്ട്. അവർ ദേഷ്യപ്പെട്ട ഡസ്റ്റിനോട് സംസാരിച്ചതും ഡസ്റ്റിൻ അവരോട് പറഞ്ഞു, നോക്ക്, എനിക്കിതുമായി ഒരു ബന്ധവുമില്ല. നിങ്ങൾക്ക് പറ്റിയ തെറ്റിന് എന്നോടല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞ ഡസ്റ്റിനും അബിഗലും കൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ജിയാനി ഡസ്റ്റിനെ മുന്നിലേക്ക് കയറി. ജിയാനി ഡസ്റ്റിനെ മുന്നിൽ കയറി ഡസ്റ്റിനെ തടസ്സം പിടിക്കുകയാണ്. കൂടെ ഡിവനുമുണ്ട്. ഏയ്, അങ്ങനെയൊക്കെ പോയാൽ അങ്ങനെ ശരിയാവും.
ഡസിന്റെ മുന്നിൽ കയറി ജിയാനിയും ഡീവനും കൂടി തടസ്സം പിടിച്ചത് അബിഗലിനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അബിഗൽ പെട്ടെന്ന് മുന്നിലോട്ട് കയറി ജിയാനോട് ചോദിച്ചു, ഏയ് നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അബിഗൽ ഒരു കൊച്ചു പെൺകുട്ടിയാണ്. അബിഗലിന്റെ ചോദ്യം ജിയാനിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് അവളുടെ സുഹൃത്ത് കൊല്ലപ്പെട്ടിരിക്കുന്ന ആ നിമിഷത്തിൽ അവൾ കൈ നിവർത്തി ഒരു ഒറ്റയാടി. തികച്ചും അപ്രതീക്ഷിതമായതുകൊണ്ട് അബിഗലിന്റെ കവളിൽ ആ അടിയങ്ങ് പതിയുകയും ചെയ്തു. ഡസൻ ശരിക്കും ഞെട്ടിയെന്ന് പറയാം. അബിഗലിനെ ജിയാനി തല്ലുമെന്ന് ഡസൻ തീരെ കരുതിയിരുന്നില്ല. ദേഷ്യം വന്ന ഡസൻ ജിയാനിക്ക് നേരെ തിരിഞ്ഞ ആ നിമിഷത്തിൽ പെട്ടെന്ന് ജിയാനി പുറകോട്ട് ചാടുകയാണ്. പുറകോട്ട് ചാടിയ അവൾ അതിവേഗം കാലുകൊണ്ട് എന്തിനു ചവിട്ടുകയാണ്. അപ്പോഴാണ് ആളുകളൊക്കെ അത് കണ്ടത്. ഒരു കുഞ്ഞു പാമ്പ് തറയിൽ കിടപ്പുണ്ട്. ആ പാമ്പിനെ ചവിട്ടി അരയ്ക്കുകയാണ് ജിയാനി. നിമിഷ നേരം കൊണ്ട് അവൾ ആ പാമ്പിനെ ചവിട്ടിക്കൊന്നു. ആ നിമിഷത്തിലാണ് ഡീവൻ ആ കാഴ്ച കണ്ടത്. ജിയാനിയുടെ കൈ പതുക്കെ നിറം മാറുകയാണ്. ഒരു നീല നിറം വ്യാപിച്ചു വരികയാണ്. അവിടെ ആ പാമ്പ് കടിച്ചതിന്റെ പാട് കൃത്യമായിട്ട് കാണാം. ശരിക്കും അമ്പരന്ന് പോയ ഡീവൻ ഉറക്കെ ചോദിച്ചു, ആരാ ഇത് ചെയ്തത്? ഡസനും ശരിക്കും ഞെട്ടിയിരിക്കുന്നു എന്ന് പറയാം. പെട്ടെന്ന് പുറകിൽ നിന്ന് അസാലിയ മുന്നോട്ട് കയറി, ഞാനാ ഇത് ചെയ്തത്. ഇവൾ അബിഗലിന്റെ പുറത്ത് തൊടാൻ പാടില്ലായിരുന്നു. അബിഗലിന് ആര് തൊട്ടാലും അവരെ ഞാൻ കൊല്ലും. അങ്ങനെ അസാലിയ പറഞ്ഞപ്പോ ശരിക്കും ഒരു വിറയൽ സകലർക്കും ഉണ്ടായെന്ന് പറയാം. കാരണം അത് പറയുന്ന അസാലിയ അങ്ങനെ ചെയ്യുമെന്ന് അവരുടെ മുഖം വിളിച്ചു പറയുകയാണ്. ഡസ്റ്റിൻ പോലും ശരിക്കും നടുങ്ങിപ്പോയെന്ന് പറയാം. ഈ നിമിഷത്തിൽ പേടി കൊണ്ട് വിറച്ചുപോയ ജിയാനി അസാലിയോട് ചോദിച്ചു, ഏയ് ഇതിന് പ്രതിപക്ഷം എടുക്ക. പ്രതിപക്ഷമൊന്നുമില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ ശരീരത്തിലേക്ക് അത് വ്യാപിക്കാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, നീ ആ കൈ അങ്ങ് മുറിക്കുക. കൈ മുറിച്ചാൽ മാത്രമേ ആ വിഷബാധയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂവെന്ന് അസാലിയെ പറയുമ്പോൾ പാമ്പ് കൊത്തിയ സ്ഥലത്ത് നിന്ന് ആ നീല നിറം പതുക്കെ മുകളിലോട്ട് വ്യാപിക്കുകയാണ്. ഏതാനും മിനിറ്റ് കൂടി കഴിഞ്ഞാൽ കൈയിലൂടെ ദേഹം മുഴുവൻ അത് എത്തും. ആ സാഹചര്യം മനസ്സിലാക്കിയ ഡീവൻ പെട്ടെന്ന് വാൾ വലിച്ചൊരു ഒരൊറ്റ വെട്ട്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾ ഞെട്ടിപ്പോയൊരു നിമിഷം. ജിയാനിയുടെ കൈ അറ്റ് താഴേക്ക് വീണു. അവളുടെ മുന്നിൽ ഒരു കൈ അറ്റ് വീഴുന്നത് ജിയാനിയും കണ്ടു. ജിയാനിയുടെ കണ്ണുകൾ ആദ്യം പതിഞ്ഞത് താഴെ വീണ കൈയിലേക്കാണ്. ആ നിമിഷത്തിന് അവളുടെ കണ്ണുകൾ അവളുടെ ഷോൾഡറിലേക്ക് വന്നപ്പോൾ അവൾക്ക് ആ കാഴ്ച കാണാം. അവളുടെ കൈ അറ്റ് പോയിരിക്കുന്ന ആ കാഴ്ചയിലേക്ക് ഒന്ന് നോക്കി ജിയാനി പെട്ടെന്ന് തറയിലേക്ക് മറിയുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഡസൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.